ബാക്ക് ടു അനദർ വീഡിയോ. നേരം നട്ടപ്പാതിര. ഇപ്പോൾ ഏകദേശം ഇപ്പോൾ സമയം 11:22. 12:30ക്കാണ് മീറ്റപ്പ് ടൈം പറഞ്ഞിട്ടുള്ളത്. പൊടിയുണ്ട് തുടക്കണം. അപ്പം ഒരു നട്ടപ്പാതിര റൈഡാണ്. രാവിലെ ആയിരിക്കും നമ്മൾ തിരിച്ചു വരുന്നത്. അപ്പോൾ ഇവിടുന്ന് നമ്മുടെ ക്ലോത്ത് ഇവിടെ തുടക്കുന്ന ക്ലോത്ത് ഇവിടെ അടിപൊളി. ലൈറ്റ് പോയി ഇവിടെ. ഓക്കെ, തൊഴിയുക. മോഷൻ സെൻസറാണ് ഇവിടുത്തെ ലൈറ്റെല്ലാം. അപ്പോൾ ആദ്യം ഇതൊന്ന് ക്ലീൻ ചെയ്തേക്കാം. ഇൻഷുറൻസ് ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കിയാൽ നിങ്ങൾക്ക് കാഴ്ചകളൊക്കെ ക്ലിയർ ആയിട്ട് കാണാം. മിറർ സീറ്റ് ഒന്നും മറന്നിട്ടില്ലെന്ന് വിചാരിക്കുന്നത്. പവർ ബാങ്ക് മാത്രം എടുത്തിട്ടില്ല, പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ചാർജർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫോൺ ഡെഡ് ആവില്ല. സോ ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ബാക്കിയെല്ലാം സെറ്റാണ്. ഇതിൽ നമ്മളൊരു ബ്ലാങ്കറ്റ് വെച്ചിട്ടുണ്ട്. എനിക്ക് കിടന്നുറങ്ങാൻ നാപ്പ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് ഒരു എക്സ്ട്രാ സ്ലിപ്പേഴ്സ് വെച്ചിട്ടുണ്ട്. അവിടെ ചെന്ന് ഈ ബൂട്ട് ഊരി ഒന്ന് കംഫർട്ടബിൾ ആവണമെന്നുണ്ടെങ്കിൽ. പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ യൂഷ്വൽ സ്പോട്ട്. അപ്പോൾ ഇനി കീ വെച്ചു, ഫോൺ വെച്ചു. മാപ്പ് നമ്മളൊന്ന് വെയ്സ് ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്. വെയ്സ് നമുക്ക് ഇപ്പോൾ തന്നെ ലൊക്കേഷൻ ഇടാം. വെയ്സ് ഓക്കെ. ഇത് തന്നെ ആയിരിക്കണം, ഷാർജ മോസ്കിയസ്. അപ്പോൾ ഇന്ന് നമുക്ക് വെയ്സ് യൂസ് ചെയ്യാം. ഇതിൽ വോയിസ് സൗണ്ട് അല്ലേ, അതാകുമ്പോൾ നമുക്ക് റൈഡ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു തന്നോളൂ. ക്യാമറയുണ്ട് സാർ, അവിടെ ക്യാമറ ഇട്ട് ഇങ്ങനെ പോരുത്, ഇവിടെ ക്യാമറ ഉണ്ട്. നമ്മൾ ഫുൾ ചിൽ ഔട്ട്ഫിറ്റിലാണ്. So let's go guys, welcome to another video. ഓരോ തോന്നലുകളെ. നോ GPS ഷോയിങ് യുവർ അപ്രോക്സിമേറ്റ് ലൊക്കേഷൻ. വൈ? ഒക്കെ എല്ലാം അവിടെ ചെന്നിട്ട് ബാക്കി നമുക്ക് നോക്കാം. ലെറ്റ്സ് ഗോ. അപ്പോൾ ഇന്നത്തെ ഞാൻ ഈ റൈഡ് ഷറഫിട്ട സമയത്ത് മിസ് യു ഗൈസ് എന്ന് നമ്മൾ ഷബീർ ബ്രോ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റൈഡ് ഈസ് സ്പോൺസേഡ്. ഇന്നത്തെ റൈഡ് ഈസ് ഡെഡിക്കേറ്റഡ് ടു ഷബീർ ബ്രോ. ഷബീർ ബ്രോ നാട്ടിൽ പോയി ചില്ല് ചെയ്യുമോ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ റൈഡൊക്കെ പോകുന്ന കണ്ടിട്ട് ആശാൻ അവിടെ നിന്നിട്ട് ഇഞ്ചുകടി. അപ്പോൾ ഇന്നത്തെ റൈഡ് ഈസ് ഡെഡിക്കേറ്റഡ് ടു ഷബീർ. ഹിയർ വി ഗോ. അപ്പോൾ അതെ, രാത്രി റൈഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. നമ്മുടെ പ്ലാനുകളൊക്കെ ചിലപ്പോൾ ചേഞ്ച് ആയേക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്ലാനുകളെല്ലാം ഇപ്പോൾ പറയുന്നില്ല. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ മീറ്റപ്പ് പോയിന്റിലേക്ക് എത്തും. അവിടെ 12:30 സമയം പറഞ്ഞാൽ നമ്മളൊന്ന് വളരെ നേരത്തെ ആയിരിക്കും. ഞാൻ നേരത്തെ ഇറങ്ങാൻ കാരണം ഒന്നാമത് വീട്ടിലിരുന്ന് ബോറടിച്ച്. അപ്പോൾ പിന്നെ വീട്ടിൽ വെറുതെ ഇരുന്ന് പിന്നെ 12:30 വരെ 12 മണി വരെ വെയിറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ ആലോചിച്ച് നേരത്തെ ഇറങ്ങാം. പിന്നെ എന്തെങ്കിലുമൊക്കെ മറന്ന്, കാരണം എനിക്ക് ഈ ചാർജർ കാറിൽ നിന്ന് എടുത്ത് ഇതിലേക്ക് കുത്തണമായിരുന്നു. പിന്നെ അതുപോലെ ടെൻറ്റ് എടുക്കണമെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ചു ടെൻറ്റ് വേണ്ട, ബ്ലാങ്കറ്റ് എന്തായാലും എടുത്തിട്ടുണ്ട്, നല്ല കട്ടിയുള്ള ബ്ലാങ്കറ്റ്. അപ്പോൾ അത് മടക്കി നിരത്തിട്ട് കഴിഞ്ഞാൽ നല്ല ഓപ്പൺ എയറിൽ കിടക്കാം. അപ്പോൾ അതാണ് കുറച്ചുകൂടെ ബെറ്റർ എൻ്റെ അഭിപ്രായത്തിൽ. കൊതുകൊന്നുമില്ല ഞാൻ മതി, ബാക്കിയൊന്നും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ അതെല്ലാം എടുത്ത് ഇറങ്ങി. അപ്പോൾ നേരത്തെയാണ്. അവിടെ ചെന്ന് നമുക്കൊരു കോഫിയൊക്കെ കുടിച്ച് ബാക്കിയുള്ളവർ വരുന്നവരെ വെയിറ്റ് ചെയ്യാം, പെട്രോൾ അടിക്കണം. അപ്പോൾ അതെല്ലാം തീർത്തേക്കാം, എന്നിട്ട് ചില്ല് ചെയ്യാം. ഇന്ന് വളരെ ഒരു റിലാക്സ്ഡ് റൈഡ് ആയിരിക്കണം. പോകുമ്പോൾ ഫുൾ സ്പീഡ് ലിമിറ്റ് തന്നെ പിടിക്കുമെന്നൊന്നും അറിയില്ല, എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇന്ന് ഇന്നത്തെ പ്ലാൻ ഷറഫിൻ്റെയാണ്. അപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. പോകുന്ന വഴിക്ക് ചിലപ്പോൾ എല്ലാം ചേഞ്ച് ചെയ്തേക്കാം, ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും അങ്ങോട്ട് വെച്ച് പിടിക്കാം. സ്ലോ ആൻഡ് സ്റ്റഡി, റിലാക്സ്ഡ് റൈഡ്, ചിൽ നൈറ്റ്. എന്നിട്ട് നമ്മൾ രാവിലെ തിരിച്ചു വരാനുള്ള സമയം, രാവിലെ സൺറൈസ് അവിടെ പിടിച്ചിട്ട് തിരിച്ചു വരും. ഇപ്പോഴത്തെ ഒരു കാൽക്കുലേഷനിൽ ഹത്തയിലോട്ടാണ് പോകുന്നത് എന്നാണ് തോന്നുന്നത്. അപ്പോൾ അവിടെ ചെന്ന് പിന്നെ രാവിലെ സൺറൈസ് കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ചിങ്ങോട്ട് പോരും. ദാറ്റ്സ് എ പ്ലാൻ. സോ ലെറ്റ്സ് ഗോ. ബാക്കി അടുത്ത കാഴ്ചകൾ നമുക്ക് കാണാം. നല്ല വെതർ കിട്ടോ, വെതർ കുഴപ്പമില്ലാത്ത വെതർ. 30 ഡിഗ്രി കാണിക്കുന്നുണ്ട് വണ്ടിയിൽ. പക്ഷേ കാറ്റ് അത്യാവശ്യം തണുപ്പുണ്ട്. അത്യാവശ്യം ഭയങ്കര തണുപ്പല്ല, പക്ഷെ എന്നാലും ചെറുതായിട്ട് ഒരു കുളിർ എന്ന് പറയും, കുളിർ അതുണ്ട്. അപ്പോൾ ലെറ്റ്സ് ഗോ. ദേ അങ്ങ് ദൂരെ ഫ്രണ്ടിലൊരു ബൈക്കർ പോകുന്നു, നമ്മുടെ ഡെലിവറി ബോയിൻ്റെ ഫ്രണ്ടിൽ. അത് ഏതാ വണ്ടി എന്നാവും, നെയ്ക്കഡ് ബൈക്കാണെന്ന് തോന്നുന്നു. ആൻഡ് അഗെയിൻ വി ആർ ബാക്ക് ടു ദ ബിഗ് റൗണ്ട് അബൌട്ട്. എത്ര പേര് വെയ്സ് യൂസ് ചെയ്യുന്നുണ്ട് ഗൂഗിൾ മാപ്സിനേക്കാളും? ഞാൻ കുറേ പേരെ മീറ്റ് ചെയ്യുമ്പോഴൊക്കെ കൂടുതൽ പേര് വെയ്സാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് എന്നാലും ചില സമയങ്ങളിൽ ഇപ്പോൾ ഈ നമ്മുടെ ബിൽഡിങ്ങുകളൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ വെയ്സിൽ ബിൽഡിങ്ങുകൾ പേര് സെർച്ച് ചെയ്യുമ്പോൾ ചില സമയത്ത് കിട്ടാറില്ല. ഗൂഗിൾ മാപ്പ് ആകുമ്പോൾ ആ കാര്യത്തിൽ ഓക്കെ, അതാ പിന്നെ ഞാൻ ഗൂഗിൾ മാപ്പിനെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. പക്ഷേ വെയ്സ് ഹാസ് ഇറ്റ്സ് അപ്സൈഡ്സ്. അപ്പോൾ അതുകൊണ്ട് വെയ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ടുജീസ് ഞാൻ അതൊന്ന് അപ്ഡേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഓഫ്ലൈൻ മാപ്പ്. അതൊന്ന് തിരിച്ചു വരുന്ന വഴിക്ക് അതും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ അതായത് നമ്മൾ 611 എക്സിറ്റ് എടുത്തിരിക്കുന്നു. അത് അങ്ങേ കാണുന്നതാണ് നമ്മുടെ ഷാർജ മോസ്ക്.
ഷാർജ ഗ്രാൻഡ് മോസ്ക് തന്നെയാണ് തോന്നുന്നു അതിൻ്റെ പേര് കേട്ടോ, അത്ര ഉറപ്പില്ല, പക്ഷേ മോസ്ക് ഗ്രാൻഡാണ്. അപ്പോൾ അത് നമുക്ക് അങ്ങനെ കൂട്ടാം. അപ്പോൾ ഇതേ അവിടെ ഒരു അഡ്നോക്ക് കാണുന്നുണ്ട്, അതാണ് മീറ്റപ്പ് പോയിന്റ്. മാറിയിട്ടൊന്നുമില്ലല്ലോ, മാറിയിട്ടുണ്ടാവില്ല. പക്ഷെ നമുക്ക് ഹത്തേക്കാണ് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ അപ്പുറത്ത് ഏതെങ്കിലും റൂട്ട് എടുക്കുന്നതായിരുന്നില്ലേ നല്ലത്. എനിവേ ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. നമുക്ക് നേരെ ചെന്ന് ആദ്യം പമ്പിൽ നിന്ന് പെട്രോൾ അടിക്കാം, അത് കഴിഞ്ഞ് അയ്യോ ഞാൻ സൈഡ് നോക്കിയില്ല, അത് കഴിഞ്ഞൊരു ചായ വാങ്ങാം. ഇതേ 2 വണ്ടികൾ ട്രക്കിൻ്റെ ബാക്കിൽ കയറ്റി കൊണ്ടുവന്നു. ഐ നോ ഐ അറൈവ്ഡ് അറ്റ് ദ ഡെസ്റ്റിനേഷൻ. നമുക്കിത് ഇവിടെ നടിക്കാം. ഇവിടെ ഒറ്റ കുറ്റിയുള്ളൂ അല്ലേ, ഇഷ്ടംപോലെ പാർക്കിംഗ് ഉണ്ട്. ഇവിടെയൊക്കെ സ്ക്രാച്ചൊക്കെ വേണമല്ലോ. പക്ഷേ അഡ്വഞ്ചർ ബൈക്ക് ആകുമ്പോൾ സ്ക്രാച്ചിനെ കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കാൻ പാടില്ല. ഹായ് ബ്രോ, സൂപ്പർ ഫുൾ. നമ്മുടെ ഗ്ലൗസിൽ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, നന്നായി. നമുക്ക് ഏറ്റവും ലാസ്റ്റ് കൊണ്ട് നിർത്തിയാലോ, ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇനി നമുക്കൊരു ചായയൊക്കെ വാങ്ങി ചില്ല് ചെയ്ത് ഇരിക്കാം, അപ്പോഴേക്കും അവരെത്തട്ടെ. സോ ഇറ്റ്സ് ചിൽ ടൈം. പക്ഷേ ഈ പമ്പിൽ ഈ സമയത്തൊക്കെ എങ്ങനെ നിൽക്കുക എന്ന് പ്രത്യേക വൈബാണ്. രാത്രി നട്ടപ്പാതിരൊക്കെ, അധികം തിരക്കില്ല, റഷില്ല, ആളുകൾക്ക് ഓഫീസിൽ പോകുന്നതിൻ്റെ സ്ട്രെസ്സോ ടെൻഷനോ ആ ഒരു പ്രഷറോ ഒന്നുമില്ല. എല്ലാവരും ഒന്നുകിൽ വീട്ടിൽ പോയി പുറത്തിറങ്ങിയവർ അല്ലെങ്കിൽ വീട്ടിൽ പോകുന്നവർ. ചിൽ. നേരം 11:51. ലെറ്റ്സ് ടേക്ക് എ ബ്രേക്ക്. അപ്പോൾ അത് നമ്മളൊരു നെസ്കഫേ വാങ്ങി ഇത് കുടിച്ച് ഇവിടെ കുറച്ച് നേരം ചില്ല് ചെയ്യാം. ലൈഫ് അപ്ഡേറ്റ്, പിന്നെയും ടാറ്റു അപ്ഡേറ്റ്. ഫാമിലി കലിപ്പില്ല, വൻ കലിപ്പില്ല. ഇത് ഒന്ന് സോൾവ് ആയി കിട്ടിയ ഒരു മനസ്സമാധാനമാണ്. പക്ഷെ എന്താണ് ഇത് സോൾവ് ആവാൻ തമ്പുരാനറിയാം. പക്ഷെ നമുക്ക് മോട്ടോർ സൈക്കിൾ ഉണ്ടായതുകൊണ്ട് തല പ്രാന്ത് പിടിക്കുന്ന സമയത്ത് ഇതുപോലെ വണ്ടി എടുത്തിട്ട് ജസ്റ്റ് ഇറങ്ങി ഒന്ന് ഇതുപോലെ ചുറ്റിയിട്ട് വരുന്നത്, അതാണ് നമ്മുടെ തെറപ്പി. ഇപ്പൊ ശരിക്കും അക്ഷരാർത്ഥത്തിൽ അതാണ് തെറപ്പി. നെസ്കഫേയുടെ ഈ സാധനം കുടിച്ചിട്ടില്ലെങ്കിൽ ട്രൈ ദിസ്. ഇതിന്റെ ക്യാപ്പച്ചീനോ ഉണ്ട്, അത് നോർമലി ഞാൻ അത് വാങ്ങാറ്. പക്ഷെ ഇത് കഴിഞ്ഞ ഒരു പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്തു. ഇറ്റ്സ് ഗുഡ്, നോട്ട് ബാഡ്. There we go. കൊള്ളാം. ഇവിടുന്ന് ഒരു ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കാം, ഗ്രൂപ്പിൽ ഒരു ഫോട്ടോ ഇട്ടേക്കാം. അതെ, എയ്ബില് മെസ്സേജ് അയക്കുന്നുണ്ട്. എയ്ബില് രാത്രി ഇരുന്ന് മരണപ്പണിയാണെന്ന് തോന്നുന്നു. ഇവിടെ 12 മണി, നാട്ടിലപ്പോൾ എത്രയാ 12, 1:30. ആശാന് ഉറക്കൊന്നുമില്ല എയ്ബിലെ. ഓക്കെടാ, സെറ്റ്. ഇതേ ഞാൻ പുറത്ത് റൈഡിന് ഇറങ്ങിയതാ. നമ്മളാണ് ആദ്യത്തെ. ആരോ ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്, എന്താ നോക്കാം. ഐ ഹാവ് അറൈവ്ഡോ. അല്ല, ഏത് ലൊക്കേഷനിലാണ്? ഞാനിത് ഒരു അഡ്നോക്കിന്റെ പമ്പിലെത്തി. ഞാൻ മാറിയോ? നമുക്ക് ലൊക്കേഷൻ മാറിയോ? നോ, ഇത് തന്നെയുള്ളൂ. യെസ്. ഇല്ല, മാറിയില്ല. ഞാനൊന്ന് പേടിച്ചു. 12:15 ഫസ്റ്റ് പോയിന്റ് എന്ന്. ഞാൻ ഒരു ഇച്ചിരി നേരത്തെ എത്തിയിട്ടുണ്ട്. പക്ഷെ ഇത് തന്നെ ഈ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്, ഈ ലൊക്കേഷൻ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോ റിഫ്ലക്ഷൻ, ലൈഫ് റിഫ്ലക്ഷൻ. നമ്മൾ ആലോചിച്ച് ഈ ഒരു ടാറ്റു സംഗതി വലിയൊരു റിഫ്ലക്ഷനാണ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നത്. കാരണം ഇതിന്റെ സംഗതി എന്താ അറിയോ, ഇത് ഇപ്പോൾ കുറച്ച് പേർക്ക് ഇപ്പോൾ ഓൾറെഡി അറിയുന്ന കാര്യമാണ്. അതായത് എൻ്റെ പ്രൊഫഷൻ മ്യൂസിക്കാണ്, വെസ്റ്റേൺ മ്യൂസിക്കാണ്. അപ്പോൾ എൻ്റെ കൂടെ പെർഫോം ചെയ്യുന്നവരും എൻ്റെ ഒരു 90% സർക്കിള് വൈറ്റ്സ് ആണ് ഇതിൽ നമ്മളെ വർക്ക് റിലേറ്റഡ് വരുന്നത്. അപ്പോൾ ഏജൻസീസ് ആണെങ്കിലും വെന്യൂസ് ആണെങ്കിലും മ്യൂസീഷ്യൻസ് ആണെങ്കിലും ഒക്കെ. അപ്പോൾ അവരുടെ കയ്യിലൊക്കെ ഞാൻ ടാറ്റു വളരെ കോമൺ ആയിട്ട് കാണുന്ന, ഈവൻ മുസ്ലിംസ് ആണെങ്കിലും കയ്യിൽ ടാറ്റു കാണുന്ന, അറബ്സിൻ്റെ ഒക്കെ കേസിൽ. അപ്പം എനിക്കത് ഭയങ്കര കോമണാണ്. അപ്പം ഞാനിത് ആലോചിക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു വലിയ കാര്യം ചെയ്യാൻ പോകുന്ന പോലെ എനിക്കൊരു ഫീല് തോന്നുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് നാട്ടിലോട്ട് പറയുമ്പോൾ, നാട്ടിലത് എസ്പെഷ്യലി ഞാൻ വരുന്ന സ്ഥലം കോട്ടക്കൽ, മലപ്പുറം, ഒരു മുസ്ലിം ടാറ്റു അടിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര ഷോക്കാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ നിന്ന് ആലോചിക്കുമ്പോൾ ഇത് ഇത്ര വലിയ പ്രശ്നക്കാളുണ്ടോ എന്നുള്ളത് ഞാൻ ആലോചിക്കും. പക്ഷേ വീട്ടിൽ ഫാമിലി വൻ കലിപ്പ്, മുട്ടൻ കലിപ്പ് എന്ന് പറഞ്ഞാൽ മുട്ടൻ കലിപ്പ് എൻ്റെ അമ്മോ. അപ്പോൾ ചില നേരത്തെ എനിക്ക് തോന്നി ഞാൻ ചാടിക്കയറി ശരിക്കും ആലോചിച്ചാണ്ട് ചെയ്തോ എന്നുള്ളത്. പക്ഷേ ഐ എം സ്റ്റിൽ ഹാപ്പി ഫോർ ഡൂയിങ് ഇറ്റ്. അതാണ്, ഐ വുഡൻറ്റ് ഗോ ബാക്ക്. അപ്പോൾ എനിക്കാകെ വേണ്ടതാണ് നമ്മുടെ ഇൻട്രസ്റ്റും കാര്യങ്ങളും ബാക്കിയുള്ളവർ കൂടെ ഒന്ന് മനസ്സിലാക്കിയാൽ ദാറ്റ്സ് ഗോണ ബി എ വിൻ. ബട്ട് ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. ഇതാണ് ജീവിതം. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളവരെ വെയിറ്റ് ചെയ്യാം, എന്നിട്ട് നമ്മുടെ പ്രസംഗങ്ങൾ ബാക്കി ഓടിച്ചുകൊണ്ട് നമുക്ക് പ്രസംഗിക്കാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം എന്താണെന്നുള്ളത്. പക്ഷേ ഇതാണ് നമ്മുടെ ചിൽ സീൻ.
ക്യാപ്പ് ഒന്ന് ഇത് ചെയ്യണം, ഒന്ന് ലൂസാക്കണം. ഇത് ഭയങ്കര ടൈറ്റ് പറയാം. അപ്പോൾ എന്തായാലും ബാക്കിയുള്ളവർ വന്നിട്ട് ബാക്കി സീനുകൾ ഓക്കെ. അതുവരേക്കും ഞാനൊന്ന് ഇവിടെ ഇരുന്ന് ചില്ല് ചെയ്യണം. അല്ല പിന്നെ നോ ഐഡിയ എവിടേക്കാന്ന് വെച്ചാൽ സറഫിന്റെ കൂടെ ഇവിടെ കീർത്തി പറഞ്ഞില്ല, ചിലപ്പോ സൗദിയിലൊക്കെ എത്തുന്ന ആളെ. ആരാ സാരഥി? ഫ്രണ്ടിൽ പോകുന്ന ആളെ ഇട്ടാ മതി. അപ്പോ അടുത്തതിന് കാണാം തീർച്ചയായിട്ടും. ഓക്കെ, ഇതാണ് ഹൈലൈറ്റ്. ഓ ഇത് മറ്റേ അതാണല്ലേ, മാസ്ക് മാത്രമല്ല അല്ലേ? കൊള്ളാം. ഇതിന് വേറെ ഡിസൈൻസ് ഉണ്ടോ? ഇഷ്ടം പോലെ. ആണോ? മാസ്ക് മൂവില്ലേ, പച്ച ആള് ആളുടെ ഉണ്ട്, പിന്നെ ഇതുണ്ട് മറ്റേ ടൈമിലൊന്ന് ഇറങ്ങി മുങ്ങി തപ്പണം. കുറച്ച് പുതിയ സാധനങ്ങൾ ഒപ്പിക്കാം. കാർ ഡൗൺ ചെയ്യാം. അപ്പോ ഓ ഇത് ഇവിടെ തട്ടുമല്ലോ. എല്ലാവരും റെഡി, ടൈം ടു ഗോ. അപ്പോൾ ജാസിം ഭായ് ഫ്രണ്ടിൽ, ബാക്കി വണ്ടികൾ വഴി വഴിയേ. ശരിതാ കേട്ടോ. ഫ്രണ്ട് ഷംനാസ് ഭായ് ഫ്രണ്ടിൽ പോട്ടെ. ഷംനാസ് ഭായ് പോകുന്ന വഴിക്ക് ഡിസ്പേഴ്സ് ആവും. നമ്മൾ അങ്ങോട്ട് ജോയിൻ ചെയ്യുന്നില്ല. പക്ഷേ നമ്മുടെ ഇവിടെ മീറ്റപ്പ് പോയിന്റിൽ വന്ന് നമ്മളെ ജോയിൻ ചെയ്ത് ഇവിടുന്ന് യാത്രയാക്കി അങ്ങനെ അങ്ങോട്ട് പോകും. നമ്മൾ നേരെ ഹത്തയാണ് ഇതുവരേക്കും അറിഞ്ഞ ഒരു ടാർഗറ്റ്. ലെറ്റ്സ് ഗോ. അപ്പോൾ ഇനി പോകുന്ന വഴിക്ക് ഒരു 1.5 മണിക്കൂറിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു ബ്രേക്കും കൂടെ എടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലും ഒന്ന് വാങ്ങി കഴിക്കണമെങ്കിൽ അവിടെ നിന്ന് കഴിക്കാം. ഒന്നും ഇവിടെ മറന്നു വെച്ചിട്ടല്ലോ പമ്പിൽ. ഫുൾ ടാങ്ക് പെട്രോളുണ്ട്, ബാക്കിയെല്ലാം സെറ്റാണ്. ഞാൻ പാസ്പോർട്ട് എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട്. ഇനി അഥവാ അവിടെ നിന്ന് എനിക്ക് തോന്നുവാണ്, എന്തായാലും ഹത്തെത്തില്ലോ, ഇനി അവിടെ നിന്ന് തോന്നുവാണ് എനിക്ക്, അല്ലെങ്കിൽ ഒന്ന് ഒമാനിൽ പോയി വന്നാലും തോന്നുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്തിട്ട് ഒമാനിൽ കയറി ഒന്ന് കറങ്ങിയിട്ട് വരാമല്ലോ എന്ന്. പക്ഷേ ചാൻസ് വളരെ കുറവാണ്. കാരണം സാറ്റർഡേ മറ്റന്നാളെ, ഇന്നായി ടെക്നിക്കലി, നാളെ ഒരു ഇവൻ്റ് ഉണ്ട്. അപ്പോൾ പോയാലും എനിക്ക് കയറി നേരെ പുറകോട്ട് ഇങ്ങോട്ട് തന്നെ പോരേണ്ടി വരും. അപ്പോൾ അത് വെറുതെ ആ ടൈം വേസ്റ്റ് ചെയ്യണ്ടല്ലോ. അതിന് നല്ല എന്തായാലും ഒറ്റയടിക്ക് അങ്ങ് പോകാനല്ലേ. അപ്പോൾ കുറച്ച് ടൈം ഇട്ടിട്ടുള്ള സമയം നേരെ അങ്ങ് വിടാം. അപ്പോൾ അതേ ഷംനാസ് ബ്രോ അങ്ങോട്ട് പോയി, ആശാൻ കറങ്ങി തിരിച്ച് വീട്ടിലോട്ട്. ചൂടില്ല കേട്ടോ, ചൂടില്ല, നല്ല തണുത്ത കാറ്റുണ്ട്. അതൊരു വലിയ ആശ്വാസമാണ്. പക്ഷെ ഇപ്പോഴും എൻ്റെ വണ്ടിയിൽ ടെമ്പറേച്ചർ കാണിക്കുന്നത് 30 ഡിഗ്രിയാണ്. പക്ഷെ കാറ്റ് 30 ഡിഗ്രി ഒന്നും അല്ല. നമുക്ക് എന്തായാലും അടുത്ത ടാർഗറ്റ് നമ്മുടെ എൻജിൻ ഗാർഡ് വെക്കണം. എൻജിൻ എക്സ്പോസ്ഡ് ആണ്. ഓഫ് റോഡോ എവിടെയെങ്കിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ നമ്മൾ എൻജിന് പ്രൊട്ടക്ഷൻ ഇല്ല. അപ്പോൾ അതാണ് നമ്മുടെ അടുത്ത ഫസ്റ്റ് പ്രയോറിറ്റി. അത് കഴിഞ്ഞിട്ട് ടയർ, അതും കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു പാൻറ് ഒന്ന് ചേഞ്ച് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു ബൂട്ട് ഒന്ന് മാറ്റണം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഇനി അതിൻ്റെ ഇടയിൽ നമുക്ക് വല്ല സ്പോൺസർഷിപ്പ് കിട്ടുവാണെങ്കിലും, അഥവാ ബിരിയാണി കൊടുത്താലും പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ പോലും അറിയാതെ നമ്മളൊരു അധോലോകമായി മാറിക്കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. സ്പോൺസർഷിപ്പിൻ്റെ കളിയായിരിക്കും. ഈ ഹയാസ്, ഇതിൻ്റെ എന്താ ടൊയോട്ടയുടെ ഹയാസ്, ഞാൻ കാണുന്ന ഒരുവിധം വണ്ടികളെല്ലാം പറപ്പിച്ചു പോകുക. എന്തോ ഇങ്ങനെ കിലുങ്ങുന്നുണ്ടോ? നമ്മുടെ വണ്ടി തന്നെയാണോ അത്? ഇതാണോ? അടുത്ത സ്റ്റോപ്പ് എവിടെയെന്ന് നോക്കാം. അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കണം. എനിക്ക് വിശപ്പ് ചെറുതായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷേ എന്നാൽ പിന്നെ ഇങ്ങനെ വന്നിട്ടുമില്ല. അപ്പോൾ പിന്നെ ഇങ്ങനെ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കാം. നേരം 1:08 നട്ടപ്പാതിര 1:08. നമുക്കിതേ വണ്ടി ഒരു റണ്ണിങ് ഷോട്ട് വേണം. ലെറ്റ്സ് ഡു ഇറ്റ്. ആസ് യൂഷ്വൽ നമ്മുടെ തൊട്ട് മുന്നേ ഷറഫ് റോഡ് ഷർമാക്സ്.
ഫ്രണ്ടിൽ നമ്മൾ ഡ്യൂക്കാണോ അത്? അതെ, അമലിൻ്റെ ഡ്യൂക്ക്. അതിൻ്റെ ഫ്രണ്ടിൽ SBR. ബാക്കി കുറച്ചുകൂടെ ഫ്രണ്ടിൽ പോയിട്ട് ഐ വിൽ ഷോ യു. അപ്പോൾ നമുക്ക് ഇവരെ ഒന്ന് പാൻ ചെയ്യാം. ടുഡേയ്സ് റൈഡേഴ്സ്. ഷർമാക്സ് പോകുന്നു. ഷറഫ് ബ്രോ. ഇത് ഡ്യൂക്ക് അല്ലായിരുന്നു കേട്ടോ. നമ്മുടെ കാർത്തിക് ബ്രോ, ടൈഗർ, ട്രയംഫ്. പിന്നെ നമ്മുടെ ഷെബീർ ബ്രോയുടെ SBRൻ്റെ സൂപ്പർ മെറ്റിയോർ പോകുന്നു. ഫ്രണ്ടിലത്തെ 2 പേര് എപ്പോഴും കിട്ടിയില്ല. നോക്കട്ടെ അവരെ പിടിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഷബീർ ബ്രോ വീണ്ടും. അമൽ നമ്മുടെ നേരെ ഫ്രണ്ടിൽ. പിന്നെ ജാസിം ഭായി. ലെറ്റ്സ് ഗോ. ഇവിടെ കല്യാണ പന്തലെന്ന് വിചാരിച്ചു. ദൂരെ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ വലിയ ലൈറ്റ് ഇല്ല. പക്ഷെ ദൂരെ നിന്ന് നോക്കുമ്പോൾ ആ എല്ലാ പില്ലറുകളും അടുപ്പിച്ചടുപ്പിച്ച് കാണുമ്പോൾ മലിഹ പോലീസ് സ്റ്റേഷൻ. ഇവിടെ വേറെ പള്ളി. നമ്മൾ വരുന്ന വഴിക്ക് ഒരു പോലീസ് വണ്ടി ഉണ്ടായിരുന്നു സൈഡിൽ. ഇപ്പോൾ എന്തോ കൂടുതൽ പേര്, അതായത് ഇപ്പോൾ കോൺവോയ് ആയിട്ടൊക്കെ പോകുമ്പോൾ 8 പേര് കൂടുതലുണ്ടെങ്കിലോ 10 പേര് കൂടുതലുണ്ടെങ്കിൽ എങ്ങനെ എന്തോ പെർമിഷൻ എടുക്കണം, അങ്ങനെ എന്തൊക്കെയോ ഉണ്ടെന്ന് പറഞ്ഞു കിട്ടും. അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കണം. നമ്മളിത് ഹത്ത റോഡിലോട്ട് ജോയിൻ ചെയ്തിരിക്കുന്നു. ഏതോ റോഡിൽ നിന്ന് ഏത് റോഡിൽ നിന്നാന്ന് ഞാൻ മറന്നുപോയി. പക്ഷേ നല്ല കാലി റോഡ്, നല്ല കാലി റോഡ്. 2 സൈഡും നല്ല നല്ല എന്താ പറയുക, ഒരു 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 സമാധാനത്തിൻ്റെ എന്താതിന് പറയാ, അതായത് ഒരു കാംനെസ് ബേസിക്കലി. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായത്? നല്ല രസം, നല്ലൊരു ഒരു സമാധാന റോഡ്. വണ്ടികൾ അധികം ഇല്ല. 2 സൈഡിലും ബിൽഡിങ്ങുകളും ഒച്ചയും ബഹളവും ഒന്നുമില്ല. ജസ്റ്റ് നീണ്ടു നിവർന്ന് കിടക്കുന്ന റോഡ്. കുറേ ബൈക്കുകൾ. ഫ്രണ്ടിലൊരു കാർ എങ്ങനെ ഉണ്ട്. നമ്മുടെ റൈറ്റ് സൈഡ് മിററിൽ കാണുന്ന ബാക്കിലൊരു കാർ. ഇത് മാത്രം, വേറെ ഒന്നും കാണുന്നില്ല. ചുറ്റുമുള്ള ഒന്നും കാണുന്നില്ല സാറേ, കാണാൻ പറ്റില്ല സാറേ എന്ന് പറയുന്നവർ. എണീറ്റ് നമുക്ക് ഡ്രോൺ ഷോട്ട് എടുത്താലോ? ഹ്യൂമൻ ഡ്രോൺ ഷോട്ട്. പക്ഷെ ഇത് വലിയ വ്യത്യാസം ഇല്ല. നമ്മൾ നോർമലി ഷോട്ട് എടുക്കുന്നത് ഒരു ഇച്ചിരി ഹൈറ്റ് കൂടി, അത്രേ ഉള്ളൂ. വേറെ വലിയ വ്യത്യാസങ്ങളൊന്നും ഇവിടെ കാണുന്നില്ല. ഇവിടെ ഈ റൈറ്റ് സൈഡൊക്കെ ഓപ്പൺ ആയി കിടക്കുക. ഇവിടെയൊക്കെ പോകണം. നമ്മുടെ ടയർ എന്തായാലും നമുക്ക് ചേഞ്ച് ചെയ്യണം. എന്തായാലും നമുക്ക് ടയർ ചേഞ്ച് ചെയ്യണം. എനിക്ക് ഓഫ് റോഡിനോട് ഇങ്ങനെ ഇൻട്രസ്റ്റ് കൂടി വരുക. ടയർ ചേഞ്ച് ചെയ്ത് ഓഫ് റോഡിലൂടെ കൊണ്ടുവരുമ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഇതിൻ്റെ ഗാർഡ് ഫിറ്റ് ചെയ്യണം, എൻജിൻ്റെ. ഞാൻ കാണിച്ചുതരാം അവിടെ എത്തിയിട്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മോട്ടോ ഹബിൽ പോയി അത് ഫിക്സ് ചെയ്യാൻ നോക്കിയപ്പോൾ എന്താ സംഭവിച്ചത് എന്നുള്ളതും പറഞ്ഞുതരാം. എന്തുകൊണ്ടാണ് മാറ്റാൻ ഞാൻ. കാരണം സത്യം പറഞ്ഞാൽ അന്ന് ആ എൻജിൻ ഗാർഡ് വെക്കായിരുന്നു. പക്ഷേ അതൊരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. എന്താ ഞാൻ പറഞ്ഞുതരാം. കുഞ്ഞു പമ്പ് അല്ലേ, സ്മോൾ. എനിക്കൊന്ന് പമ്പ് എണ്ണ അടിക്കുന്നുണ്ടോ? എണ്ണ ഇല്ല. ബ്രേക്ക്, ഇറ്റ്സ് ബ്രേക്ക് ടൈം. ഷറഫ് എണ്ണ അടിക്കുന്നുണ്ട്. There we go. Boom. കൊള്ളാം. സെക്കൻഡ് സ്റ്റോപ്പ്. ഇത് സെക്കൻഡ് തേർഡ് സ്റ്റോപ്പ് അല്ലേ? ഒഫീഷ്യലി സെക്കൻഡ് സ്റ്റോപ്പ്. അതിൻ്റെ ഇടയിൽ SBR ഒരു കുഞ്ഞു സ്റ്റോപ്പ് പിടിച്ചത്. വാഷ്റൂം പോണേ ഇവിടുന്ന് പോയിക്കോളി. കാരണം പിന്നെ ചിലപ്പോൾ അവിടുത്തെ വാഷ്റൂം വർക്ക് ആവുന്നില്ല. ഇവിടെയാണ് നമുക്ക് ഗാർഡ് വെക്കേണ്ടത്. അപ്പോൾ ഇറങ്ങുകയായി. ഇത് ക്രൂസ് കൺട്രോളിൻ്റെ അത് വെച്ചതല്ലേ? യൂസ് ചെയ്യാറുണ്ടോ? അപ്പോൾ let's go. Here we go. Boom. അപ്പോൾ അങ്ങനെ അടുത്ത സ്റ്റോപ്പും കഴിഞ്ഞു. ഇനി മിക്കവാറും അടുത്ത സ്റ്റോപ്പ്, ഈ സ്റ്റോപ്പ് കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റോപ്പ് മിക്കവാറും നമ്മുടെ ടാർഗറ്റ് നമ്മുടെ ഡെസ്റ്റിനേഷനിലായിരിക്കും.
അപ്പോൾ അവിടെ ചെന്ന് ഷൂ ഒക്കെ ഒന്ന് ഊരി റിലാക്സ് ചെയ്ത് ചെരുപ്പൊക്കെ ഇട്ട് കാല് നീട്ടിയിരുന്ന് അതാണ് നമ്മുടെ അതാരാ ദൂരെ എന്താ അത് സംഗതി റെസ്റ്റ് ഹൗസ് വല്ലതുമാണോ ദൂരെ ലോഡ്ജ് സത്രം അങ്ങനെ എന്തെങ്കിലും ഫാമാണ് ഓഹോ വീറ്റ് ഫാം നല്ലൊരു കവാടൊക്കെ വെച്ചിട്ടുണ്ട് വീറ്റ് ഫാം lovely welcome back അപ്പോൾ ഫിലി വാദി അൽ കൂർ ഹത്ത മദാം എല്ലാം ഇങ്ങോട്ട് അപ്പോൾ നമ്മുടെ ജാസിം ഭായി എസ് ബി ആറിൻ്റെ വണ്ടി എടുത്തു എസ് ബി ആർ ജാസിം ഭായിൻ്റെ വണ്ടി എടുത്തു ഇങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് 35 മിനിറ്റ് ഉള്ളൂ എന്നാണ് പറഞ്ഞത് ഇനി അങ്ങോട്ട് എത്താൻ ഇപ്പോൾ സമയം 1:50 അപ്പോൾ നമ്മളൊരു 2:30-ക്കുള്ളിൽ അവിടെ എത്തും ഏകദേശം 2:30 അതെ ഏകദേശം ഒരു 2:30 നമ്മൾ അവിടെ എത്തും പിന്നെ സൺറൈസിന് എത്ര മണിക്കാണ് സൺറൈസ് 2:30 ഏകദേശം 5:30 അങ്ങനെ എന്തോ തോന്നുന്നു അതോ 6:30 സൂര്യൻ വരുമ്പോൾ കാണാം ഇങ്ങനെ സ്ട്രീറ്റ് ലാമ്പുകൾ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ദൂരെ അങ്ങ് ദൂരെ തണുത്ത കാറ്റും ഒളിച്ച് ട്രക്ക് റെസ്റ്റ് ഏരിയ ആണോ റെസ്റ്റ് ഏരിയ അല്ലേ ഓഫ് ആണ് സാൻഡ് അല്ലേ അവിടെ പക്ഷെ ഒരുപാട് വണ്ടികൾ കൊണ്ട് നിർത്തിയിട്ടുണ്ട് ഹാർഡ് സാൻഡ് ആണെന്ന് തോന്നുന്നു ഇല്ലെങ്കിൽ ഇതൊക്കെ വണ്ടി അവിടെ പെട്ടുപോയില്ലേ ട്രക്ക് വീണ്ടും ട്രക്കുകൾ ലെറ്റ്സ് ഗോ നമ്മൾ മലകൾക്കിടയിലൂടെ താഴ്വാരങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക സ്ലോ ട്രക്സ് കീപ്പ് റൈറ്റ് നമ്മൾ സ്ലോ ട്രക്സ് അല്ല അപ്പോൾ റൈറ്റ് കീപ്പ് ചെയ്യേണ്ട നല്ല രസമുള്ള സ്ഥലം ആ ഫ്രണ്ടിൽ കാണുന്ന എന്താ മുകളിലോട്ടൊരു ബ്രിഡ്ജ് കണ്ടിന്യൂ ചെയ്താണോ ഓ പക്ഷേ ഞാൻ വിചാരിച്ചു നമുക്ക് ആ ബ്രിഡ്ജിൽ കയറാൻ പറ്റും ഐശോ നല്ല രസമായിരുന്നു കാണാൻ ഇവിടുന്ന് അത് ബ്രിഡ്ജ് അല്ലേ ആണല്ലോ കുത്തനെ ഒരു ബ്രിഡ്ജ് ഇത് എന്തിനുള്ളതാണെന്നാവോ അത് മേലക്ക് കയറി പോകാനുള്ളതാണെന്ന് തോന്നുന്നു ഇല്ലേ അവിടെ സ്റ്റോപ്പാ അത്രേ പോകുള്ളൂ നൈസ് ദേ അവിടെ വീണ്ടും വേറെ വരണം ഇതൊക്കെ എങ്ങോട്ടാണ് സ്റ്റണ്ട് ജമ്പിങ്ങിനുള്ളതാണെന്നാ വണ്ടി കൊണ്ടുപോയിട്ട് നേരെ കൊണ്ടുപോയിട്ട് ഷും പറഞ്ഞൊരു ചാട്ടം ഇവിടെ നിലത്തൊക്കെ എന്തൊക്കെ എഴുതിയിട്ടുണ്ട് എന്താ അത് 100 സ്പീഡ് ലിമിറ്റ് ഒക്കെ വിൻ്ററിലൊക്കെ ഇതിൽ ഓടിക്കുമ്പോൾ നല്ല തണുത്ത കാറ്റായിരിക്കും കിട്ടില്ല തണുപ്പൊക്കെയുള്ള കാറ്റ് കുറച്ച് സ്ഥലത്തേക്ക് ലൈന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞല്ലോ അവർ ഒരു ട്രക്ക് പാർക്ക് ചെയ്തു റോഡൊക്കെ ഉണ്ട് സൈഡിൽ പക്ഷെ നല്ല രസമുള്ള റോഡ് 2 സൈഡിലും മലകൾ അതെ ആ സൈഡിലും മലയാണ് ഈ സൈഡിലും മലയാണ് സ്റ്റണ്ണിങ് റൈഡ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ സ്റ്റണ്ണിങ് റൈഡ് ലവ്ലി എണീറ്റ് നിന്നപ്പോൾ നമ്മുടെ പുറകുവശത്ത് കാറ്റടിച്ചപ്പോൾ എന്തൊരു സുഖം ഇതേ ഒരു ട്രക്ക് പോകുന്നു കാറും കൊണ്ട് സ്ലോ ഡൗൺ ഷാർപ്പ് കർവ് അഹെഡ് ഓക്കെ നല്ല രസമുണ്ട് എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് നാട്ടിലും റൈഡ് പോകാൻ ഇങ്ങനെ കൊതിയായിട്ട് വയ്യ നാട്ടിൽ പോയിട്ട് ഒരു 1 മന്തൊക്കെയുള്ള ഒരു ഫുൾ റൈഡ് ഒരു മാസം ഒരു ലോങ് റൈഡ് ഒരു വണ്ടി എടുത്തങ്ങ് പോവാം പെട്രോൾ അടിച്ച് പോയി പക്ഷെ മിക്കവാറും അങ്ങനെ ഒരു റൈഡ് ഉണ്ടാവും ലൈറ്റ് പോസ്റ്റുകൾ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നു റോഡിൽ മാത്രം വിളിച്ച് സൈഡിലൊക്കെ ഇരുട്ട് വണ്ടികളൊക്കെ നിർത്തിയിരിക്കുന്നു അതായത് ഇരുട്ട് സ്ഥലത്ത് റോഡ് മാത്രം ഇങ്ങനെ ലൈറ്റ് ഉണ്ടായതുകൊണ്ട് കാണുന്നു Let's go. നമ്മളിതേ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തിലോട്ട് മെല്ലെ എത്തിക്കൊണ്ടിരിക്കുന്നു നല്ല റൈറ്റ് സൈഡിൽ നല്ല എന്താ പറയുക മലയും റോഡുകളും എല്ലാം ഉണ്ട് റൈറ്റ് സൈഡിൽ മിസ്സായി പോയി മുസൈറ ബോർഡർ പോർട്ട് എനിക്കൊന്നും നമ്മൾ ബോർഡർ എത്തിയില്ലേ പക്ഷെ ബോർഡർ ക്രോസ് ചെയ്യണോ അപ്പോൾ ഇല്ല ബോർഡർ ക്രോസ് ചെയ്യണം ഇത് മറ്റേത് ഇതാണെന്ന് തോന്നുന്നു മറ്റേ ഹത്തയുടെ എന്താ കുറേ ഈ സൈക്ലിങ്ങും ഇതൊക്കെ ഉള്ളൊരു സ്ഥലമുണ്ടല്ലോ അതിൻ്റെ പേരെന്തായിരുന്നു ഞാൻ മറന്നുപോയി
അവിടെ വേലിയൊക്കെ കെട്ടിയിട്ടുണ്ട് നമ്മുടെ ഇതിൻ്റെ മേലെ കൂടെ, അതായത് മതിലിൻ്റെ മേലെ കൂടെ. ഇനി വല്ല മിലിറ്ററി ബേസ് വല്ലതും ആണോന്നാവോ. ഇങ്ങോട്ടാന്ന് കാണിക്കുന്നുണ്ട്. സ്വീയർ പാർക്ക്. സ്വീയർ പാർക്കോ? സ്വീയർ പാർക്ക് എന്ന് എഴുതിയിട്ടുള്ളത്. ലൈറ്റ് പോസ്റ്റിലൊക്കെ നോക്കിയാൽ ഒരു നീണ്ട LED കൊടുത്തിട്ടുള്ളത് റൈറ്റ് സൈഡിൽ. ഇതാണ് കേട്ടോ മറ്റേ ഫുട്ബോൾ ടർഫ്. സമയം 2:30 അവർ ഫുട്ബോൾ കളിക്കുക. കൊള്ളാലോ. നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം തന്നെ. മരക ഇതിൽ ലൈറ്റിങ് എങ്ങനെ ഉണ്ടെന്നാവോ ക്യാമറയിൽ? നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കൂൾ പ്ലേസ് മാൻ. ഇതിൻ്റെ ഉള്ളിൽ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് ഏകദേശം എത്തി. ഇവിടെയാണോ ക്യാമ്പ് ചെയ്യുന്നത്? ടെൻ്റ് എടുത്തില്ല കേട്ടോ, ആരും ടെൻ്റ് എടുത്തിട്ടില്ല. മിക്കവാറും ഇവിടെ ചെയറൊക്കെ ഇട്ട് ഇവിടെ ചില്ല് ചെയ്യാനാവും. നോക്കാം. പക്ഷെ നല്ല രസമുള്ള സ്ഥലം. പക്ഷേ ഇവിടെ ഒരു ഡാം ഉണ്ടെന്നാണ് പറഞ്ഞത്. ഈ ഡാം എവിടെയാണെന്നാണ് ഞാൻ നോക്കുന്നത്. താഴോട്ടൊക്കെ കൊള്ളാം സ്ഥലം, എനിക്കിഷ്ടമായി. വണ്ടി അങ്ങോട്ട് മരച്ചൂട്ടിൽ. യെസ്, അങ്ങോട്ടിടാം അല്ലേ? Let's go. അപ്പോൾ നമ്മുടെ അൾട്ടിമേറ്റ് സ്റ്റോപ്പ്. അപ്പോൾ ഇന്ന് രാത്രി ഇവിടെ നിന്നാണ് നമ്മളെ സൺറൈസ് കാണുന്നത്. എന്നിട്ട് മറ്റേ ആ ഡാമിന്റെ അവിടെ പോകണില്ലേ? നമ്മൾ ആ ഡാമിന്റെ അവിടെ പോയിട്ട് വാട്ടർഫാൾസിന്റെ അതിലൂടെ ഒരു റൈഡ് നടത്തി അവിടുന്ന് ഒരു വീഡിയോ ഷൂട്ടും കഴിഞ്ഞിട്ട് അപ്പോൾ ഗുഡ് മോർണിംഗ്. നമ്മളെ ഇരുട്ടത്ത് ശരിക്കും ഇത് കാണാൻ പറ്റില്ല. ഇരുട്ടത്ത് ഇപ്പോഴാണ് സ്ഥലം ശരിക്കും കാണുന്നത്. ഈ മലകളുടെ വ്യൂ ഒക്കെ വെച്ച് ഇവിടെ കിടന്നുറങ്ങി. ഇനി അടുത്ത സ്വീകരണ സ്ഥലം. അപ്പോൾ അതെല്ലാം റെഡി. ഷറഫിൻ്റെ കുന്തളിപ്പ്, ഷറഫിൻ്റെ മോർണിംഗ് കുന്തളിപ്പ്. Let's go. ഞാനിങ്ങനെ ഇറക്കാന്നോ? Come on. ഈ വെയിറ്റ് എടുത്തിട്ട് കറക്കി എടുക്കാൻ പഠിക്കണം. പക്ഷെ അതിനായിട്ടില്ല. There we go. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നലെ വന്ന സ്ഥലം. പകൽ വെളിച്ചത്തിൽ വണ്ടികൾ റെഡി. അടുത്ത സ്ഥലങ്ങളിലോട്ട് പോകാൻ അടിപൊളി. ഇത് പൊളിക്കും. നമ്മുടെ ടയർ മാറ്റിയ പൊളിക്കും. ടയർ മാറ്റിയ മോനെ കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് ആവും. Let's go. സമയം 5:24. ഈ സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു ഞാൻ മറന്നുപോയി. അത് ഞാൻ താഴെ കൊടുക്കാം. മാപ്പിൻ്റെ ലൊക്കേഷനും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി ഇവിടെ ആർക്കെങ്കിലും വന്ന് ക്യാമ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിയലി നൈസ്. ശരി, ഇവിടെ പ്രോപ്പറായിട്ട് ഒരു പ്രാവശ്യം വന്നിട്ട് ക്യാമ്പ് ചെയ്യണം. അതായത് പ്രോപ്പർ ടെൻ്റൊക്കെ അടിച്ച് ക്യാമ്പ് ചെയ്യണം. പൊളിക്കും. പിന്നെ ഒരു വീഡിയോ എടുക്കാനുള്ള ഒരു സ്ഥലം ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് അങ്ങോട്ടാണ് പോകുന്നത്. അവിടെ ചെന്ന് നോക്കി എന്താണ് ഈ വീഡിയോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. വെള്ളത്തിന് മേലെ കൂടെ വണ്ടി ഓടിക്കാമെന്ന് എന്തൊക്കെയാണ് പറയുന്നുണ്ടായിരുന്നു.
പോയി നോക്കാം. ഏർലി മോർണിംഗ്. അതിരാവിലെ ഹത്ത റെസിഡൻസ്. ഓ, ഇവിടെയൊക്കെ റൂം എടുത്ത് ഇവിടെ സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് പക്ഷേ ഇത് ബോർഡർ കയറി കഴിഞ്ഞിട്ട് റൂം എടുക്കണം. ബോർഡർ ക്രോസ് ചെയ്ത് അപ്പുറത്തെത്തി റൂമൊക്കെ എടുത്ത്. വെതർ കുഴപ്പമില്ല കേട്ടോ. രാവിലെയൊക്കെ ഇതുപോലെ എണീറ്റ് റൈഡ് ചെയ്ത് ഒമാനിക്ക് അങ്ങ് പോയാൽ മതി. കണ്ട എല്ലാം കൂട്ടിയ കടകൾ. ഏർലി മോർണിംഗ്. ഒരു കട്ടൻ ചായ എവിടെന്നെങ്കിലും കിട്ടിയാൽ കിട്ടും. അൽ ദിർഹം റെസ്റ്റോറൻറ്റ്. മസ്ഫൂത്ത്, അതാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. മസ്ഫൂത്ത് ഹത്ത. മസ്ഫൂത്ത് തന്നെയാണ് എൻ്റെ ഓർമ്മയിൽ. മസ്ഫൂത്ത് എല്ലാം മസ്ഫൂത്ത് മുനിസിപ്പാലിറ്റി, മസ്ഫൂത്ത് സ്കൂൾ, മസ്ഫൂത്ത്. അപ്പോൾ അത് തന്നെയാണ് സ്ഥലം. 60 ആണ് സ്പീഡ് ലിമിറ്റ്, അതായത് 80. ടെക് റീമിക്സ്. ഓ, സൈഡിൽ റോഡിൻ്റെ സൈഡിൽ ഇത് പെയിൻറ്റിങ് ഒക്കെ, ഗ്രഫീറ്റി ഒക്കെ പോലെ പെയിൻറ്റിങ്. അതിന് ഗ്രഫീറ്റി എന്ന് പറയുമോ? അത് കുറച്ചുകൂടെ പ്രോപ്പർ പെയിൻറ്റിങ് പോലെ. മസ്ഫൂത്ത് ഹൈക്കിംഗ് ട്രാക്ക് റൈറ്റിൽ. അങ്ങോട്ടാണോ പോകുന്നത്? അല്ല, നേരെ. അല്ല, ഇത് പാർക്കിംഗ്. ഇതിന് ഹൈക്കിംഗ് ട്രാക്ക്. അപ്പോൾ ഹൈക്കിങ്ങിന് ഇവിടെ ഏരിയ ഉണ്ട് ആർക്കെങ്കിലും. ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ പോയ സ്ഥലം. ഇതിപ്പോൾ നേരെ നമ്മൾ യൂ ടേൺ എടുത്തത് ഇപ്പുറത്തെത്തി. ഇവിടെ ഒരു ഡാമാണ് പറഞ്ഞു കേട്ടിടത്തോളം. അപ്പം അങ്ങോട്ടാണ് പോകുന്നത്. പക്ഷെ രാത്രി കുഴപ്പമില്ലാത്തൊരു ചെറിയ കുഞ്ഞു ഉറക്കം കിട്ടിട്ടോ. അതുകൊണ്ട് ഉറക്കക്ഷീണം. ഓ, ആ കല്ല് നോക്കി എന്ത് രസോ. ഫ്ലേക്ക്. ഇതെന്താ ഹോട്ടലാണോ? പാർക്കിംഗ് ഒക്കെ ഉണ്ട്. ഹോട്ടലാണെന്ന് തോന്നുന്നു. ഓടിച്ചോ ഹോട്ടലും. അത് ഗവൺമെൻറ് സ്ഥാപനമാണോ? സ്കൂളാണ്. ഈ സ്കൂൾ. അതിൻ്റെ മേലെ ഒരു വീടോ? സത്രം വല്ലതും ആയിരിക്കില്ലേ? നൈസായിരിക്കും. വെൽക്കം ടു ഹത്ത. ക്യാമറ. ഈ ഏരിയ നല്ല രസമുണ്ട് കേട്ടോ. രാത്രി വന്നപ്പോൾ ശരിക്കും നമുക്കിത് കാണാൻ പറ്റില്ല. നല്ല രസമുള്ള ബിൽഡിങ്ങുകളും. ഇത് യൂണിയൻ കോപ്പ് ഉണ്ട്. അവിടെ നിർത്തി എന്തെങ്കിലും ചായയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ വാങ്ങണമെങ്കിൽ അത് വാങ്ങാം. എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഹത്ത സൂക്ക്. ഇതാ ഹത്ത സൂക്കിൽ യൂണിയൻ കോപ്പ്. ഇത് പറ്റിയ ഏരിയ കേട്ടോ. നമുക്ക് ക്യാമ്പ് ചെയ്ത് എല്ലാം ഉണ്ട്. പിസ്സ ഹട്ട്. ഇതേ ഈ സ്പോട്ട് മാർക്ക് ചെയ്ത് വെച്ചോളൂ. ഇവിടെ മൗണ്ടൻ ബൈക്കിങ്ങിൻ്റെ ഏരിയ ഉണ്ട് കേട്ടോ. എൻ്റെ ഹെൽമെറ്റിൻ്റെ വൈസറിൽ ഒരു പ്രാണി വന്ന് ചത്ത്. അടിപൊളി. ക്ലീൻ ചെയ്യണം. അവിടെ എത്തിയിട്ട് ക്ലീൻ ചെയ്യണം. ഇതാണ് വൈസർ അടച്ചിട്ട് ഓടിക്കണം എന്ന് പറയുന്നത്. വൈസർ തുറന്നിട്ടുണ്ടെങ്കിൽ ഈ സാധനം കറക്റ്റ് എൻ്റെ കണ്ണിലായിരുന്നു. ക്യാമറ. ഇവിടെ എത്രയാണ് സ്പീഡ് ലിമിറ്റ്? എത്രയാണോ ഈ ട്രക്ക്? കോട്ടുവായൊക്കെ ഇടുന്നുണ്ട്. ഒരു നല്ല ചായ. സണ്ണ്, നമ്മുടെ സൂര്യൻ പൊങ്ങിയിട്ടില്ലേ? വെളിച്ചമൊക്കെ ആയി, പക്ഷെ സൂര്യനെ കാണുന്നില്ല. ട്രക്കുകൾ ഇടയിൽ കൂടെ ഒക്കെ കുത്തിക്കയറ്റും അങ്ങേര്. ദൂരെ കണ്ടില്ലേ? ഹോളിവുഡ് എഴുതിയ പോലുള്ള ഹത്താന്ന് എഴുതിയത്. ഈ സാധനം ഞാൻ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ഇത് എഴുതിയതിന് ശേഷം ഞാൻ ഈ ഭാഗത്തോട്ട് വന്നിട്ടില്ലെന്ന് തോന്നുന്നു. ഹത്ത ടീ. കഫ്റ്റീരിയ. വിശപ്പ് പിന്നെയും കൂടി കഫ്റ്റീരിയ കണ്ടപ്പോൾ. ഇതെനിക്ക് മെയിൻ ഹത്ത റൗണ്ട് അബൌട്ട് ആയിരിക്കണം. വിസിറ്റ് ഹത്ത. #വിസിറ്റ് ഹത്തൊക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ വന്നിട്ടുണ്ട്. ഹത്ത ലീം ലേക്ക്. ഈ എമിറേറ്റ്സ് NBDയിൽ വന്ന ഓർമ്മയുണ്ടെങ്കിൽ. ഇതാണ് ഹത്ത ലേക്ക്. ലീം ലേക്ക്. ഹത്തയിലുള്ള ലീം ലേക്ക്. ആൾട്ടർനേറ്റീവ് പാർക്കിംഗ് ലീം ലേക്ക്.
ഇതെന്താ പാർക്കിംഗ് ഒക്കെ മാർക്ക് ചെയ്തിട്ടുള്ള ഹെൽത്ത് സെൻറ്റർ വല്ലതാണ്. പണ്ട് കോവിഡിൻ്റെ ടെസ്റ്റിംഗ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഇതുപോലുള്ള ഏരിയ ആണ്. ലെഫ്റ്റാണ് കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ ഏകദേശം എത്താറായി. അതെ വെള്ളമൊക്കെ കാണുന്നു. ആഹാ ആഹാ അരുവികളൊക്കെ ഉണ്ടല്ലോ. ഹത്ത ഡാം റൈറ്റ് എന്ന് കാണിക്കുന്നു. ഹത്ത ഹോസ്പിറ്റൽ ഈ റൈറ്റ് അല്ല എന്തായാലും. ഇവിടെയൊക്കെ നല്ല സമാധാനമുള്ള ഏരിയ അല്ലേ. കുഞ്ഞു കുഞ്ഞു വില്ലാസ്, വലിയ തിരക്കില്ല, നല്ല വിശാലമായ ഏരിയ, വിശാലമായ പാർക്കിംഗ് ഏരിയ. ഒരു കുഞ്ഞു പാലം വരുന്നുണ്ടല്ലോ. ഓ ഇതാണോ ആ വഴി? ആ വെള്ളത്തിൽ കൂടെ വണ്ടി ഓടിക്കാൻ ഉദ്ദേശിച്ച സാധനം ഇതായിരിക്കും. ഇത് തന്നെ, ഇതാണ് വീഡിയോ എടുക്കാന്ന് പറഞ്ഞത്. അങ്ങനെ നമ്മുടെ ക്യാമറ അവിടെ എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കാൻ പറ്റുമോ നോക്കണം. ഇതാണ് നമ്മ പറഞ്ഞ സ്ഥലം. നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ ഡ്രസ്സില്ല എക്സ്ട്രാ. സലാം, ഹൗ ആർ യു? ആണോ? ഞാൻ കുളത്തുപറമ്പ്. ഇതിപ്പോ അങ്ങോട്ട് പോയി അവിടുന്ന് പിന്നെ എങ്ങോട്ടാ? ഡാമില് വെള്ളം തുറന്നു വിട്ടുകൊണ്ട് ഒരു 3-4 ദിവസം ഈ ഓവർഫ്ലോ ഉണ്ട്. അത് എന്റെ മറ്റേ സാധനം വേണമെങ്കിൽ ട്രൈപോഡിൽ വെക്കാം. എന്റേത് ഹൊറിസോണ്ടൽ വെക്കാം. പോയൊക്കെ സ്ലിപ്പായ പൊക്കിയെടുക്കാം. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ സ്ഥലം. എനിക്കൊന്ന് ഒരു സ്ട്രെച്ചിലൊരു പോക്കങ്ങ് പോകേണ്ടി വരും. ഓ സ്ലിപ്പാവുന്നതാണോ? ഇതുണ്ട്, ഈ ചെളി ഉണ്ട് അല്ലേ? അവിടെ ഭയങ്കര സ്ലിപ്പാ. സൈഡ് പിടിക്കാം. ഇത് നല്ല സ്ലിപ്പർ. സെൻറ്ററിൽ നല്ല ചെടിയുണ്ട്. നമ്മുടെ ബൂട്ട് ഇതുവരെ വെള്ളം ഉള്ളിലേക്ക് എത്തിയില്ല കേട്ടോ. പക്ഷെ അധികം നമ്മൾ ഉള്ളിലോട്ട് ഇറങ്ങിയിട്ടില്ല, പിന്നെ വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഓഹോ ഷെഫീർ ബ്രോയുടെ വണ്ടിയുടെ ഒച്ച. കാല് കുത്താതെ പോണം. കാല് കുത്തിക്കഴിഞ്ഞാൽ റിസ്ക്കാണ്. കാരണം കാല് കുത്തി എങ്ങനെയായാലും സെൻറ്ററിൽ കാല് കയറും. നമുക്ക് ഇത് ഈ വഴി പിടിക്കാം. Here we go. We got this. We got this. Chaganja. We did it. ഇപ്പോൾ കാലിലോട്ട് വെള്ളം കയറി. നമുക്ക് നമ്മുടെ ക്യാമറ സ്ഥാപിക്കാം. നമ്മുടെ ഈ ക്യാമറ എടുത്ത് അവിടെ വയ്ക്കാം. ഇവിടെ ക്യാമറ നമുക്ക് ട്രൈപോഡ് വെക്കാൻ ഒരു സ്പെഷ്യൽ സ്റ്റാൻഡൊക്കെ ഉണ്ടല്ലോ. പെർഫെക്റ്റ്. പക്ഷെ കൂടി ഇവിടെ വെച്ചാലോ? എന്നെയല്ല, അങ്ങോട്ട് തിരിയൂ. കുറച്ച് സെൻറ്റർ നിറച്ച് ചെളിയുണ്ട്. അവിടെ നിൽക്കുമോ? പക്ഷെ ചെരിഞ്ഞ ഇതായതുകൊണ്ട് അവിടെ നിൽക്കുമെന്നാവോ? ഈശ്വര, ഇല്ല പോയേക്കാം. ഇത് പൊളിക്കും കിടൂ. നമുക്ക് ഇവിടെ ഇത് കഴിഞ്ഞിട്ട് എൻ്റെ ബാറ്ററി നമുക്ക് ക്യാമറ ചേഞ്ച് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പം തന്നെ അങ്ങ് ചേഞ്ച് ചെയ്താലോ, അതാണ് നല്ലത്.
വെറുതെ റിസ്ക് എടുക്കണ്ട. അപ്പോൾ ബാറ്ററി ലോ ആയിട്ടുണ്ട് ഏകദേശം. ബാറ്ററി ഉണ്ടല്ലോ, പിന്നെ എന്തിനു പിശുക്കുന്നു. ലെറ്റ്സ് ഗോ, ചേഞ്ച് ഓഫ് ബാറ്ററി. ഓക്കെ, ബാറ്ററി ചേഞ്ച് ഇസ് ഡൺ. യൂസ് ചെയ്ത ബാറ്ററി ഇതിൽ തന്നെ ഇരിക്കട്ടെ. ബാറ്ററി ചൂടാവുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു ബാറ്ററി ലോ ആയതുകൊണ്ട്, റെക്കോർഡിങ്ങിലായതുകൊണ്ട് ചൂടാവുന്നതാവും. അപ്പോൾ അവിടെ ചെന്ന് ബാക്കി കലാപരിപാടികൾ. എന്താ ഇവിടെ ബ്ലോക്ക് ഉണ്ട് എന്തെങ്കിലും? ഓൾ ഗുഡ്, ഓൾ ഗുഡ്. ട്രൈപോഡ് എടുത്ത് ഒഴിവാക്കി. എന്താ ഇത് സ്റ്റോപ്പ് ചെയ്താണോ? ഇല്ല, നമുക്ക് പോവാം. ഒരു റൗണ്ട് അടിച്ചിട്ട് വരാം. ഹത്ത ബേർഡ്സ് ലേക്ക് ഉണ്ട് ഇവിടെ. വാ, നമുക്ക് അങ്ങോട്ട് പോയേക്കാം. എന്താ ബ്രോ? ആ, പോവാണോ? ഇറങ്ങണോ? ആ, ഓക്കെ, ശരി ബ്രോ, കാണാം. ഡൺ ഡൺ. അപ്പോൾ ഇതൊന്ന് പിടിച്ചു നോക്കാം. നനഞ്ഞു നനഞ്ഞു നനഞ്ഞു, നന്നായിട്ട് നനഞ്ഞു. ഒന്നുകൂടെ പോയേക്കാം. നനഞ്ഞു നനഞ്ഞു. Here we go. ബൂട്ട് നനഞ്ഞു, ബൂട്ട് നന്നായിട്ട് നനഞ്ഞിട്ട്. പക്ഷേ ഇറ്റ് ഡസൻറ്റ് മാറ്റർ, സോ മച്ച് ഫൺ. എനിക്കൊന്ന് ഒരു 2 റൗണ്ട് കൂടെ അടിച്ചു കഴിഞ്ഞ്, ഒരു റൗണ്ട് കൂടെ അടിക്കാം. ഒരു റൗണ്ട് കൂടെ അടിച്ചിട്ട് ഇങ്ങോട്ടെത്താം. പോയി നോക്കിയപ്പോൾ പ്രത്യേക ഒരു ഹരം, അല്ല ഹരം. ആ, ഷബീർ ഭായി ഇപ്രാവശ്യം ഈ സൈഡാണ് പിടിച്ചല്ലേ. എൻ്റെ സോക്സും ഷൂ ഒക്കെ നനഞ്ഞു, പൊളിച്ച്. മറ്റേ കുട്ടികൾ വീഗാലാൻഡ് പോയ ഇതാണ്. ഓ, എൻ്റെ പാൻറ്റൊക്കെ നനഞ്ഞു. പാൻറ്റ് നനഞ്ഞല്ലോ. ബട്ട് ദാറ്റ്സ് ഓക്കെ. ലാസ്റ്റ് ഫൈനൽ റൗണ്ട്. ഇതാകുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നു. റെഡി? അറണേ 1 2 3. അറണേ 1 2 3. Here we go. Let's go. Oh. Lovely. കിട്ടി 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 കിട്ടി. നമുക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടിയിരിക്കുന്നു. പാൻ്റെല്ലാം നനഞ്ഞിരിക്കുന്നു, ബൂട്ടെല്ലാം നനഞ്ഞിരിക്കുന്നു. കൃതാർത്ഥനായി. ഒരു വാട്ടർ ക്രോസിങ്, അതെ, ഒരു ചെറിയ വാട്ടർ ക്രോസിങ്, അത്രേ ഉള്ളൂ. ഒന്ന് ഒരു പാൻറ്റും ഷൂവും എല്ലാം നനഞ്ഞു. അതെ, ബാഗ് മൊത്തം എല്ലാം നടന്നു. പക്ഷേ കൊള്ളാം കൊള്ളാം. ആ, ഓക്കെ. നമ്മളിനി അങ്ങോട്ടാണ് പോള്. അല്ല, ഇതെന്താ ചെയ്യേണ്ടത്? ഇതെടുത്ത് പോയിട്ട് ഇങ്ങോട്ട് തന്നെ വരാം. ആ, അതെ, സിംഗിൾ ലൈൻ ആയിക്കോട്ടെ, സിംഗിൾ ലൈന് പോവാം. ആ, സിംഗിൾ ലൈൻ മതി, സിംഗിൾ ലൈനാണല്ലേ. ആ, ചെരിഞ്ഞില്ലേ? ഓ, എൻ്റെ ഷൂ മൊത്തം വെള്ളം കയറി. പക്ഷെ അതാ സൈഡിൽ കൂടെ പോവില്ല, ഇത് പോകുന്നു. ഇത് കെട്ടിക്കിടക്കുക, ഇത് വാട്ടർ തെറാപ്പി പോലെ. ആ, അതെ, പാൻറ്റും നനഞ്ഞു.
അതെ. ഓക്കെ, ലെറ്റ്സ് ഡു ദാറ്റ് അഗൈൻ. ഓക്കെ, ലെറ്റ്സ് ഗോ. അടുത്തിനി സിംഗിൾ ലൈൻ ട്രിപ്പാണ് എല്ലാവരും കൂടെ. അപ്പോൾ അതങ്ങ് തീർത്തേക്കാം. ഒരു കാലിൽ ബാലൻസ് ചെയ്ത് വണ്ടി കറക്കി എടുക്കാൻ പഠിക്കണം. നമുക്ക് ഒരുപാട് പ്രാക്ടീസ് ആവശ്യമുണ്ട്. അവർ പോയോ? ഇറങ്ങി. ആഹാ ആഹാ ആഹാ, ബ്യൂട്ടിഫുൾ. This is fun. This is fun, baby. ഓക്കെ, ഇനി ഇതാണ് വരി വരിയായിട്ട് പോകുന്ന ജാഥ. ഓക്കെ, ഇത് അപ്പോൾ കുറച്ച് സ്ലോ ആയിരിക്കും, കാരണം എല്ലാവരും ഒരുമിച്ചാണ് പോകുന്നത്. കാർ പ്ലീസ് വെയിറ്റ്. നമുക്ക് എണീറ്റൊന്ന് പോവാം. കുറച്ച് ഓവറായാൽ ആളുകൾ ശ്രദ്ധിക്കുന്നതാണ്. Here we go. ക്യാമറ എടുക്കാം. അപ്പോൾ ഇനി ക്യാമറ എടുക്കാം. ഓ, വണ്ടിയിൽ നിന്ന് വെള്ളമൊക്കെ വിറ്റു. അതെ, ചിലപ്പോൾ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനാണ്. ഇതിൽ കൂടെ എങ്ങനെ നമ്മൾ നേരത്തെ ഇറങ്ങി? കുഴപ്പമില്ല, ഗ്രിപ്പുണ്ട്, പേടിക്കണ്ട. റെക്കോർഡിംഗ് അല്ലായിരുന്നോ? യെസ്, എന്തായാലും സംഗതി പൊളിച്ച്. ഇങ്ങനെ ഒരു വീഡിയോ എടുത്തേക്കണം. അപ്പോൾ അതെ, ഇതാണ് ലേക്ക്. ജാസിം ബ്രോ അത് അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു. ഷറഫ് ഇപ്പോഴും അവിടെ ഉണ്ട്. ബാക്കിൽ ഇതേ ബാക്കി ടീംസ് എല്ലാം ബാക്കിൽ. ജഗഞ്ച നേരെ ട്രൈപ്പോഡ് എടുത്ത് തിരിച്ചു പോകാം. നൈസായി. അപ്പോൾ ഇനി ട്രൈപ്പോഡെല്ലാം പാക്ക് ചെയ്യാം. പക്ഷേ ദാറ്റ് വാസ് എ നൈസ് എക്സ്പീരിയൻസ്. ഈസി പീസി ആൻഡ് സൂപ്പർ മിറ്റ്യൂർ. നമ്മളുടെ എല്ലാവരും ഒരേ ടയറാണെന്ന് തോന്നുന്നു അല്ലേ? പാൻറ്റ് നനഞ്ഞു. എൻ്റെ ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ, ഷൂവിൻ്റെ ഉള്ളിൽ കൂടെ അമർത്തുമ്പോൾ നല്ലതാണ്. അവിടെ ഒരു ഗ്യാപ്പുള്ളത്, ഇറങ്ങാനുള്ള വെള്ളമൊക്കെ പുറത്തിറങ്ങി കേട്ടോ. Here we go. ആശാൻ അവിടെ ഇരിക്കൂ. ഇതിന് ലോഡ് ചെയ്യാം. ഇവിടെ കേസ് എവിടെ? ഓ, ഇതിൻ്റെ ഇവിടെ എന്തൊക്കെയോ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം കുടിച്ചേക്കാം. അപ്പോൾ അതെ, റിപ്പോർട്ടിംഗ് ലൈവ് ഫ്രം ഇപ്പോഴും വാട്ടർ ക്രോസിങ്ങിൻ്റെ അവിടെ തന്നെയാണ്. അവിടെ വീഡിയോസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഗ്യാപ്പിൽ നമുക്ക് കുറച്ച് വെള്ളം കുടിച്ചേക്കാം. തലേന്ന് ഈ സാധനം ഒന്ന് ഇറക്കി വെക്കാം. ഒരു 2 മിനിറ്റ്. ദാഹം, വിശപ്പ് തുടങ്ങി. ഓ, ഷൂവിൻ്റെ ഉള്ളിൽ നിറയെ വെള്ളം. നമുക്ക് ഷൂ കഴിച്ചോ. ഓ, ഇത് ഉള്ളിൽ കംപ്ലീറ്റ്ലി ഇത് ഉള്ളിൽ ഈ സ്പോഞ്ച് പോലുള്ള പരിപാടിയുകൊണ്ട് എല്ലാം സക്കിൻ ചെയ്തിരിക്കുക. അടിപൊളി. ഇറ്റ്സ് ഓക്കെ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ മെയിൻ ഹൈലൈറ്റ്, ഈ വാട്ടർ ക്രോസിങ്. ഇന്നലെ പാതിരാത്രിക്ക് ഇറങ്ങിയ റൈഡ് ഇപ്പോൾ ഇതോടെ മുതലായിരിക്കുന്നു. ഒഫീഷ്യലി ഇറ്റ് ഹാസ് ബീൻ മുതലാക്കൽ. നല്ല രസമുള്ള വ്യൂ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, അപ്പുറത്ത് മല, ഇപ്പുറത്ത് വീടുകൾ, പച്ചപ്പ്, ദേ വണ്ടികൾ, ദേ സൂര്യൻ. നല്ല ഷോട്ട് കിട്ടും. നമ്മുടെ ജസ് ബിയറിൻ്റെ വണ്ടി. പിന്നെ ഇതാണ് സംഗതികൾ, നമ്മുടെ വണ്ടിയും. വാവ്, ശരിക്കും ഇത് റിയലി എ തെറപ്പി. നമ്മുടെ തലവേദനകളെല്ലാം മാറ്റി വെച്ച്, എന്താ പറയുക, വണ്ടി ഓടിക്കുന്നതിൻ്റെ ഒരു പ്രത്യേക രസം എന്താ വെച്ചാൽ വേറെ ഒന്നിക്കും ശ്രദ്ധിക്കാൻ പറ്റില്ല. ഐ മീൻ അതങ്ങനെയാണ്. കാരണം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ബൈക്കിൽ തന്നെ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ, വിച്ച് ഈസ് എ ഗുഡ് തിങ്. അപ്പോൾ ഇത് നമ്മുടെ ജാസിം ഭായ് തിരിച്ചെത്തിയിരിക്കുന്നു.
ജാസിംബായുടെ വണ്ടി കൊണ്ടെത്തി. ഇനി ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും കണ്ടിപ്പാ. അതെ ഷറഫ് എത്തി. ഷറഫ് പിന്നെയും പോകണം റൗണ്ടിന്. ഷറഫ് പിന്നെയും പോകുന്നു റൗണ്ട് കൂടെ. എന്തായാലും ബാക്കി പാക്ക് ചെയ്യാം. എന്നിട്ട് എല്ലാവരും റെഡി ആയിട്ട് നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കാം. മിക്കവാറും ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും. പിന്നെ ഒന്ന് വാഷ്റൂമിൽ പോകേണ്ടി വരും മിക്കവാറും. നോക്കാം. അപ്പോൾ അതെ ഇനി ഫോട്ടോഷൂട്ടാണ്. ഓ ഓ ഓ ഓ ചെടി ചെടി ചെടി. ആ ഗ്യാപ്പിൽ കയറോ? ആ അവിടെ കൊണ്ട് താഴത്ത് നടക്കണ്ടേ? താഴത്തു നിന്നാണ് എടുക്കണ്ടേ? ഓക്കെ. ഇത് സൂം ഇട്ടിട്ടുണ്ടോ? ഓക്കെ. സ്ലിപ്പാ അവിടെ. ഈശ്വര. ഈശ്വര വീഴല്ലേ വീഴല്ലേ. ആ ബാക്കിൽ ട്രക്ക് ഉണ്ടല്ലോ മറ്റേത്. ബാക്കിൽ SUV. ആ ഓക്കെ. ഓ പൊളി. ആ ആ അല്ല പിന്നെ ഇനിയുണ്ടോ ബോസ്? ഇനി ബോസ് ഉണ്ടോ? ഓക്കെ അല്ലേ നോക്കേ? അതെ ഓക്കെ അല്ലേ നോക്ക്? ആ അല്ല പിന്നെ എങ്ങനെ? ആ ബൈക്ക് അവിടെ വെച്ചിട്ടോ? കയ്യിൽ നിന്ന് പോയാൽ താഴെ കിടക്കും. തിരിച്ചു കയറൽ ബുദ്ധിമുട്ടാവും. സാധനം അവിടെ വെച്ച് പോകേണ്ടി വരും. ആ പക്ഷെ അങ്ങനെ ആകുമ്പോൾ വിഷന്നുകൊണ്ട് കൂടുതൽ റൈഡ് ചെയ്യണം. മറ്റേതാകുമ്പോൾ വിഷപ്പില്ലാണ്ട് കൂടുതൽ റൈഡ് ചെയ്യും. എങ്ങനെയാലും കുഴപ്പമില്ല എനിക്ക്. ഞാൻ എന്തും ഓക്കെ. എവിടെ നിർത്തിയാലും ഞാൻ വണ്ടി നിർത്തും. ഫ്രണ്ടിലുള്ള ആൾ വണ്ടി അവിടെ നിർത്തുന്ന ഞാൻ അവിടെ നിർത്തും. അപ്പോൾ അടുത്ത സ്റ്റോപ്പ് ചായ. ഒന്നുകിൽ ആദ്യം ചായ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ്, അല്ലാന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ചായയും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കൂടെ ഒരൊറ്റ നിർത്തും. ഇതിൽ ഏതെങ്കിലും ഒന്നും നടക്കും. ഓ നൈസ്. നമ്മുടെ ടയർ എന്തായാലും ചേഞ്ച് ചെയ്യണം. അങ്ങനെ ആ ത്രില്ല് കിട്ടിയിട്ടുണ്ടല്ലോ. ഈ ഓഫ് റോഡിൻ്റെ ഈ ഒരു അഡ്വഞ്ചർ ത്രില്ല് പിടിച്ചു തന്നാലേ പൊളിക്കും. ഓ നമ്മുടെ ഇത് ക്ലീൻ ചെയ്തില്ല അല്ലേ? ഹെൽമെറ്റിൻ്റെ വൈസർ. ജബൽ അൽ സലാം കഫറ്റീരിയ അതാണ് ഉദ്ദേശിച്ചത്. പക്ഷേ കാലൊക്കെ കുതിർന്ന് വെള്ളത്തിലിട്ട് ഉപ്പിലിട്ട് വെച്ച മാങ്ങ പോലെ ആയിട്ടുണ്ടാവും ഇപ്പോൾ വിരലുകളെല്ലാം. ഇതാണോ നമ്മൾ സ്വപ്നം കണ്ട കിനാശ്ശേരി? അവർ തുറന്നിട്ടില്ലല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നു. എന്താണ് ഇവിടെ നിർത്തണോ? ആ വണ്ടി ഇവിടെ വേണോ? പ്രോപ്പറായിട്ട് പാർക്ക് ചെയ്യണോ അല്ലെങ്കിൽ പണി കിട്ടോ? എന്നാൽ പ്രോപ്പറായിട്ട് പാർക്കിങ്ങിൽ ഇട്ടോ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ അതിന് വേറെ പണിയിടാണ്. ഇവിടെ ഇരിക്കട്ടെ. ഇനി പാർക്കിംഗ് മര്യാദ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അതിനൊരു പണി വാങ്ങണ്ട. ചായ ടൈം. ലെറ്റ്സ് ഗോ. ദേ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞു. ഇനി നേരെ തിരിച്ച് റിട്ടേൺ ജേണി. മാപ്പ് ഇടേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ നമ്മൾ മിസ്സായി പോകണമെങ്കിൽ അപ്പം മാപ്പ് ഇടാം. കാർഡോ കണക്റ്റഡ്, എല്ലാം കണക്റ്റഡ്. മിക്കവാറും ഒരു ഫുൾ സ്ട്രെച്ച്, സിംഗിൾ സ്ട്രെച്ച് ആയിരിക്കും. കാരണം ജാസിംബായി കുറച്ച് ലേറ്റാണ്, കാരണം ഇന്ന് വർക്കിംഗ് ഡേ അല്ലേ. അപ്പോൾ നിർത്തണമെങ്കിൽ അപ്പോൾ നമ്മൾ നോക്കും, അല്ലെങ്കിൽ ഒരൊറ്റ പിടി പിടിക്കും. Let's go. And we leave. അങ്ങനെ ഹത്താചരിതങ്ങൾ ഇന്നത്തെ അല്ലെങ്കിൽ ഇന്നലെ രാത്രി മുതൽ ഇന്ന് രാവിലെ വരെയുള്ള കലാപരിപാടികളാണ് ഇത്രയും നേരം നിങ്ങൾ കണ്ട്. ഞാൻ ടിൻറ്റഡ് വൈസർ ഇടട്ടെ, ഹെൽമെറ്റ് വെയിലുണ്ട്.
എൻ്റെ പഴയ ഹെൽമെറ്റിൽ തന്നെ ആയിരുന്നു ഈ വൈസർ, ടിൻഡർ വൈസർ കുറച്ചുകൂടെ സ്മൂത്ത്. ഇത് ഭയങ്കര ടൈറ്റ് ഉള്ള പോലെ ചില സമയത്ത്. എനിവേയ്സ്, നല്ല സൂര്യൻ ഉദിച്ചു നിൽക്കുന്നു. ഈ കാലൊന്ന് ഉണങ്ങി കിട്ടിയാൽ മതി. മലയോരങ്ങൾ. അങ്ങനെ നമ്മൾ രാത്രി നട്ടപ്പാതിരാക്കി തുടങ്ങിയ യാത്ര ഇപ്പോൾ സമയം 7:25 രാവിലെ. നമ്മളവിടെ കുറച്ച് കിടന്നുറങ്ങി. അത് നന്നായി. എന്താ ഒരു ചെറിയ കുഞ്ഞ് നാപ്പ് എടുത്തത് വളരെ നന്നായി. ഇത് വഴി തന്നെയല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നത് ആണെന്ന് തോന്നുന്നു. പക്ഷെ നമ്മളൊരു ഫുൾ ടാങ്ക് അപ്പോൾ അടിച്ചത്, നമ്മൾ ആദ്യം ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ അടിച്ച ഫുൾ ടാങ്കിൽ ഇപ്പോൾ ജസ്റ്റ് ഒരൊറ്റ കട്ട പോയിട്ടുള്ളൂ. അതിനുശേഷം നമ്മൾ അടിച്ചോ? ഇല്ലല്ലോ, ഒരു പ്രാവശ്യമില്ലേ നമ്മൾ അടിച്ച് ഇറങ്ങിയതിന് ശേഷം. നമ്മൾ വരുന്ന വഴിക്ക് അടച്ച ഷോപ്സ് എല്ലാം ഇപ്പോൾ തുറന്നിരിക്കുന്നു. ഇത് നല്ലൊരു ശാന്തമായ ഒരു സ്ഥലം അല്ലേ. ടിൻഡർ വൈസർ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ മറ്റേ വൈസർ തൽക്കാലത്തേക്ക് ഒന്ന് തുറന്നിട്ടേക്കാം, കാരണം ചൂടുണ്ട്. ഹേ, ഇറ്റ്സ് ഹോട്ട്. 35 ഡിഗ്രിയാണ് വണ്ടിയിൽ ടെമ്പറേച്ചർ കാണിക്കുന്നത്. 7:30 രാവിലെ 7:30. വിസിറ്റ് ഹത്ത #. ഓ, ആ ലുക്ക്. സീനറി മാൻ, ലാൻഡ്സ്കേപ്പ്. 80 സ്പീഡ് ലിമിറ്റ്, 100 വരെ പോകാം ആസ് യൂഷ്വൽ. എല്ലാവർക്കും അറിയാം. ഒരു പോലീസിൻ്റെ ട്രക്ക്. അപ്പോൾ ഇന്നത്തെ പരിപാടികൾ ഇതൊക്കെയായിരുന്നു. എന്തായാലും ഇന്ന് പോയത് നന്നായി. നല്ല ഒരു ക്യാമ്പിംഗ് സ്പോട്ട് കണ്ടുപിടിച്ചു എന്നല്ല, ഓൾറെഡി ഇവർക്കെല്ലാവർക്കും അറിയാം ഞാൻ ആദ്യമായിട്ട് അവിടെ പോകുന്നത്. പക്ഷേ പ്രോപ്പർ ക്യാമ്പിംഗ് സ്പോട്ട്, നല്ല സ്ഥലം, പോയിട്ട് ക്യാമ്പ് ചെയ്യാൻ പറ്റിയ സ്ഥലം. അപ്പോൾ അത് ഇറ്റ്സ് എ ഗുഡ് ഫൈൻഡ്. അപ്പോൾ ഇനി എപ്പോഴെങ്കിലും പെട്ടെന്നൊരു ക്യാമ്പിങ്ങിന് പോകണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ദാറ്റ്സ് എ ഗുഡ് സ്പോട്ട്. പക്ഷേ വീക്ക് ഡേ പോയാലായിരിക്കും ഇത്ര തിരക്കില്ലാതെ കിട്ടുന്നത്. വീക്കെൻഡൊക്കെ ആകുമ്പോൾ മിക്കവാറും അവിടെ വണ്ടികളുണ്ടാവും, വേറെ വണ്ടികളും ഉണ്ടാവും. ആഹാ, ബാക്ക് ഡ്രോപ്പ്, മലകൾ. ജാസിം ബായ് ഫ്രണ്ടിൽ കത്തിച്ച് വിട്ടിട്ടുണ്ട്. ജാസിം ബായ്ക്ക് ലേറ്റ് ആവുന്നുണ്ട്. അതാ വർക്കിംഗ് ഡേ ആയതുകൊണ്ടല്ലേ. ഇവിടെ ഈ മൗണ്ടൻ ബൈക്കിങ്ങിൻ്റെ സ്പോട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഓഫ് റോഡിൻ്റെ സ്പോട്ടുകൾ കുറേ ഉണ്ടെന്ന് തോന്നുന്നു. ബൈക്കും കൊണ്ട് കുന്തളിപ്പ് കാണിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ. അപ്പോൾ ഇനി നമ്മൾ നേരെ സ്ട്രെയിറ്റ് ബാക്ക് ഹോം. അതിൻ്റെ ഇടയിൽ നിർത്തുമോ എന്ന് ചോദിച്ചാൽ ഡോണ്ട് നോ. പോയി നോക്കാം. ഈ വഴിയുടെ രസം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ക്യാമറ ഓൺ ചെയ്ത്. ഓ, ബ്യൂട്ടിഫുൾ. നീണ്ടു നിവർന്ന് കിടക്കുന്ന റോഡ്, ബാക്കിൽ വലിയ കുന്ന്, അതിൻ്റെ മുകളിലോട്ട് റോഡ് ഉണ്ടല്ലേ, കുന്നിൻ്റെ ഏറ്റവും മേലെ കറങ്ങി പോകുന്ന. അപ്പോൾ നമ്മുടെ സ്ഥലത്തിൻ്റെ പേര് ഇറ്റ്സ് കൺഫേംഡ്, ഇറ്റ്സ് മസ്ഫൂത്ത്. അപ്പോൾ ആരെങ്കിലും ചോദിച്ചാൽ എവിടെ ക്യാമ്പിംഗ് ഏരിയ ഉള്ളതെന്ന് ചോദിച്ചാൽ മസ്ഫൂത്ത്, ഹത്ത മസ്ഫൂത്ത്. എന്തോ കിലുങ്ങുന്നുണ്ട്. അത് എന്താ? ഓ, ക്യാമറ. ഓ, അത് നമ്മുടെ കീ ചെയിൻ ആണ്, വെറുതെ അല്ല. ഇത് നമ്മൾ അന്ന് പോയ അതുപോലെ സൈഡിൽ നമ്മളെ ഓറഞ്ച് മണലുള്ള ഏരിയ, രണ്ട് വശത്തും പ്രത്യേക രസം. ഈ ഒരു കളറിൽ മണൽ കാണാൻ കുറച്ചുകൂടെ ഒരു ഓറഞ്ചിഷ്. റൈറ്റ് സൈഡിൽ മണൽ കൂടെ ഓടിച്ച് പഠിക്കണം. ആരോ അബുദാബിയിലുള്ള ഒരു ബ്രോ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ സ്ഥിരമായിട്ട് സാൻഡി റൈഡുകൾ പോകാറുണ്ട്, സാൻഡി ഓഫ് റോഡ്, സാൻഡ് ഡെസേർട്ട് റൈഡ്. പക്ഷെ നമ്മുടെ ടയർ ശരിയായിട്ടില്ല. നമ്മുടെ ടയർ മാറ്റിയിട്ട് ഇനിയിപ്പോൾ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ടയറൊന്ന് മാറ്റിയിട്ട് വേണം അതിലോട്ട് ഇറങ്ങാൻ. ഇത് ഷറഫ് ഇതേ പോകുന്നു. നമ്മുടെ ഷബീർ ബ്രോ ബാക്കിൽ ഇവിടെ നിർത്തിയിട്ടുണ്ട്. എന്തിനാണെന്നുള്ള എനിക്കറിയില്ല. നമുക്കൊരു പമ്പ് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും നിർത്തണം.
എക്സ്ട്രീം ബഗ്ഗി. ഓ ഇത് മറ്റേ ഇത് മറ്റേ ആക്ടിവിറ്റി ഉള്ള സ്ഥലമാണ്, വെറുതെ അല്ല. ഇതുപോലെ മണലുള്ള സ്ഥലങ്ങളിലാണ് ഇങ്ങനത്തെ ആക്ടിവിറ്റീസ്. ബഗ്ഗി കണ്ടോ, ഓഫ് റോഡ് ബഗ്ഗീസ്. ഇവിടെ നമ്മൾ പ്രാവശ്യം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, നാട്ടിൽ നിന്ന് വേറെ ഒരു ഫ്രണ്ട് വന്ന സമയത്ത്. ഡെസേർട്ട് എക്സ്ട്രീം അഡ്വെഞ്ചേഴ്സ്, ലക്ഷറി ഡെസേർട്ട്. നമുക്കൊരു പമ്പ് കിട്ടുവാണെങ്കിൽ ഒന്ന് ഇറങ്ങി ഒന്ന് എണീറ്റ് നടു നിർത്തി ഷബീർ റോക്ക് ഒന്ന് വിളിച്ചു നോക്കാം എന്ത് നിർത്തിയതെന്ന് ചോദിക്കാൻ. അപ്പോൾ ഇവിടെയാണോ അന്ന് പോയത്? ഈ ഏരിയ തന്നെയാണ് നമ്മൾ പോയിട്ടുള്ളത്. തുടരാം, നമുക്ക് യാത്ര തുടരാം, കാഴ്ചകൾ കാണാം. അവിടെ എന്തോ മൈ സ്പേസ് എന്നൊക്കെ എഴുതിയിട്ടുള്ള ഒരു ഏരിയ, കുറേ ടെൻറ്റുകൾ, കുറേ കുഞ്ഞു 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 ഷെഡുകൾ. എന്താ സംഗതി? അവിടെ എക്കോ കെഫേ ഒക്കെ ഉണ്ട് അവിടെ. ഇതെന്താ സംഗതി മനസ്സിലാവുന്നില്ലല്ലോ. മൈ സ്പേസ് എന്താ ചെക്ക് ചെയ്ത് നോക്കണം. മൈ സ്പേസ് എന്താ? ഏതൊക്കെ അബാൻഡൺ ചെയ്ത് എന്തെങ്കിലും പ്രൊജക്റ്റ് വല്ലതും ആണോ, അതോ ഇപ്പോഴും വർക്കിംഗ് ആണോ, അതോ നമ്മുടെ സമ്മർ ആയതുകൊണ്ട് ചവിട്ടിയതാണോ ഒന്നും അറിയില്ലല്ലോ. ഒരു കുഞ്ഞു പട്ടണം, കുഞ്ഞങ്ങാടി. അങ്ങാടി അത് പ്രോപ്പർ അതാണ്, അങ്ങാടി വൈബ്. പമ്പിൽ കടയുണ്ടോ? കുഞ്ഞു എംബ്രിച്ച് പമ്പാളോ. അടുത്തത് കയറാം. ഇതാണ് അപ്പം നസ്വ എൻട്രൻസ് ഫോർ റെസിഡൻസ് ഓൾറെഡി. നസ്വ അല്ല, നമ്മൾ കേട്ടിട്ടുള്ളത് നിസ്വ, അത് മറ്റേ നിസ്വയാണ്, ഒമാൻ നിസ്വയാണ്. ഇത് നസ്വ വേറെ എന്തോ. ഓ നേരെ പോകുന്ന റോഡ്, ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ കയറുന്ന റോഡ്, ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ. ട്രക്ക് റെസ്റ്റ് ഏരിയ ആണ് റൈറ്റ് സൈഡിൽ. നമുക്ക് നല്ലൊരു വലിയ ഒട്ടകങ്ങൾ. നമുക്കൊരു വലിയ പമ്പ് കിട്ടണം. വണ്ടിയൊക്കെ നിർത്തി ഒരു ചായ അല്ലെങ്കിൽ ഒരു വെള്ളമൊക്കെ കുടിച്ച് ഫോണൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ഒന്ന് ചില്ല് ചെയ്ത് എന്നിട്ട് റെസ്യൂം ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം വലിയൊരു പമ്പ്. ചെറിയ പമ്പായാലും റെസ്യൂമൊക്കെ ചെയ്യാം, അതിലൊന്നും വലിയ കാര്യമില്ല. പക്ഷെ വലിയ പമ്പാകുമ്പോൾ ഒരു പ്രത്യേക സുഖമല്ലേ. റോഡ് അങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുക. ഒക്കോളൂ. MG7 ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട വണ്ടി. ആ പച്ച ഒരു കളർ വണ്ടി കണ്ടിട്ടുണ്ടായിരുന്നു. വണ്ടി നൈസാണ് പുറത്തുനിന്ന് കാണാൻ. ഉള്ളിലൊക്കെ എന്താ അവസ്ഥ എന്നാവോ. ഓ അവിടെ ദൂരത്ത് ഒരു കാരവനൊക്കെ നിർത്തി. കാരവൻ മറ്റേ RV ഒക്കെ നിർത്തിയിട്ടുണ്ട്. RV അല്ലല്ലോ, കാരവൻ. അതെ, ട്രക്കിൻ്റെ ബാക്കിൽ വലിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന കാരവൻ. അപ്പോൾ ഇവിടുന്ന് ഷറഫും എക്സിറ്റ് എടുക്കുകയാണ്. ഷറഫിൻ്റെ എക്സിറ്റ്. നമ്മൾ സ്ട്രെയിറ്റ് പോകും, ഷറഫ് ലെഫ്റ്റ് പിടിക്കും. അങ്ങനെ ഇനി നമ്മൾ മാത്രം സോളോ റൈഡ് ബാക്ക് ടു ഹോം. ഇത് ഇങ്ങനത്തെ വണ്ടികൾ കാണുമ്പോൾ പണ്ടത്തെ മറ്റേ ഇത് ഓർമ്മയെന്ന്, മറ്റേ എന്തതിന് പറയുക, ഫൈനൽ ഡെസ്റ്റിനേഷൻ പടങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 90s കിഡ്സ് ഉണ്ടായിരിക്കും, കണ്ടിട്ടുണ്ടാവും എന്തായാലും. കാലൊക്കെ നീട്ടിയിട്ട് ഇവിടെ പമ്പും കാണുന്നില്ലല്ലോ. ഈ റോഡിൽ കൂടെ അല്ല നമ്മൾ വന്നത്. ഇത് കൊള്ളാം, ഈ റോഡ് എനിക്ക് ഇഷ്ടമായി. ദുബായ്ക്ക് 48 കിലോമീറ്ററാണ് ഇനിയുള്ളത്. സമയം 8:27. സമയം 8 കഴിഞ്ഞ് 27 മിനിറ്റ്. ഇന്നത്തെ വാർത്തകൾ. പണ്ട് ദൂരദർശൻ്റെ വാർത്തകളൊക്കെ നല്ല രസമായിരുന്നു. രസമെന്നല്ല, ഹൈപ്പില്ല. ഇപ്പോൾ കുറേ സാഹിത്യം, കുറേ ഇമോഷൻസൊക്കെ കൂട്ടിക്കുഴച്ച് ആണ് ഇപ്പോൾ ഒരു എന്താ പറയുക, ഇപ്പോൾ ഒരു TV ഷോ ആണ് ന്യൂസ്. പണ്ട് ന്യൂസ് വായിക്കുന്നത്, വാർത്തകൾ വായിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആ വാർത്തകൾ കറക്റ്റ് എങ്ങനെയാണോ അതങ്ങ് വായിച്ചു തരും, അത്ര തന്നെ. അതിനപ്പുറവും ഇല്ല ഇപ്പുറവും ഇല്ല. ബാക്കി സബ് ടൂസ്. ദേ പമ്പ് വന്നിട്ടുണ്ട്. ലെറ്റ്സ് ഗെറ്റ് ഇറ്റ്. ഇവിടെ എന്താ കരിഞ്ഞ മണം? വാട്ട് ദ ഹെൽ? ഇല്ല, നമ്മുടെ വണ്ടിയല്ല. ആരും പേടിക്കണ്ട. നമ്മുടെ വണ്ടിയല്ല. നമ്മുടെ വണ്ടിക്ക് തീ പിടിച്ചിട്ടില്ല. നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു പമ്പ് കിട്ടിയിരിക്കുന്നു, ഇനോക്ക്. അപ്പോൾ നമുക്ക് പെട്രോൾ അടിക്കണം. പെട്രോൾ ആണെങ്കിൽ കഴിഞ്ഞിട്ട് അടിക്കാം. ആദ്യം ഒന്ന് ചില്ല് ചെയ്യട്ടെ, എന്നിട്ട് പെട്രോൾ അടിക്കാം. അപ്പോൾ ഇവിടെ വണ്ടി നിർത്തി കുറച്ച് ചില്ല് ചെയ്യാം. എന്നിട്ട് ഷബീർ റോക്ക് ഒന്ന് വിളിക്കണമല്ലോ, എന്തിനാണ് നിർത്തിയതെന്ന് ചോദിക്കാം. ആദ്യം അതങ്ങ് തീർത്തേക്കാം. അപ്പോൾ എന്തായാലും ഇവിടെ ഞാനൊന്ന് ചില്ല് ചെയ്യട്ടെ. വെള്ളമൊക്കെ കുടിച്ച് വാഷ്റൂമിലൊക്കെ ഒന്ന് പോയി ഒന്ന് ഫ്രഷ് ചെയ്തിട്ട് വി വിൽ കണ്ടിന്യൂ. ഹലോ, മിററിൽ ഞാൻ. അപ്പോൾ അതെ, നമ്മുടെ ബ്രേക്ക് കഴിഞ്ഞിരിക്കുന്നു. കുറച്ച് നേരം ഇവിടെ നേരത്ത് വണ്ടി ഇവിടെ നിർത്തിയിട്ട് ഇവിടെ ഇരുന്നു. എന്നിട്ട് കുറച്ച് ഫോണും നോട്ടിഫിക്കേഷൻ എല്ലാം നോക്കി ഇനി നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട്. ഇവിടെ നിന്ന് ഇനി അരമണിക്കൂറുള്ളൂ വീട്ടിലേക്ക്. അപ്പോൾ പെട്ടെന്ന് എത്തും. അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ കാഴ്ചകളോ കാര്യങ്ങൾ. SBRൻ്റെ വണ്ടിയുടെ ഒച്ചയാണത്.
റോയൽ എൻഫീൽഡ് പോലെ സൗണ്ട് കേട്ട പോലെ. സോ എനിവേസ് ലെറ്റ്സ് ഗോ. കീ പെട്രോൾ പഠിക്കണം. പെട്രോൾ വേണ്ട. പെട്രോൾ എന്തായാലും ഇപ്പോൾ നേരെ വീട്ടിലേക്ക് വിടാം. എന്നിട്ട് ഇനി ഇറങ്ങുമ്പോൾ വൈകിട്ട് അങ്ങനെ ഒരു ഫുൾ ടാങ്ക് അടിക്കാം. അതാകുമ്പോൾ ഇനി കുറച്ചും കൂടെ കാലിയാവാനുള്ളത് കാലിയായിക്കോട്ടെ, എന്നിട്ട് അടിക്കാം. നല്ല പമ്പ് കേട്ടോ, അതായത് ചില്ല് ചെയ്യാൻ പറ്റിയ പമ്പ്. ഇതാണ് എക്സിറ്റ്. അപ്പോൾ ഇവിടുന്ന് ഇതിങ്ങനെ പോയാൽ ഇതിവിടെ ജോയിൻ ചെയ്യാം. അയ്യോ എൻ്റെ കയ്യിൻ്റെ there we go. Let's go. ഇവിടെ നിന്ന് ഇനി അരമണിക്കൂറേ ഉള്ളൂ. ഒരു സ്മോൾ സ്ട്രെച്ച്. അങ്ങേരം നടന്ന അങ്ങേരുടെ മുഖമൊക്കെ ചുമന്നിട്ടുണ്ട്, ചൂടുണ്ടാവും. ഇവിടുന്ന് സ്ട്രൈറ്റ് പിടിച്ച് ഇനി നേരെ വീട്ടിലോട്ട്. അവീർ ദുബായ് സ്ട്രൈറ്റ്, ഹത്ത ഒമാൻ യു ടേൺ. സോ ലെറ്റ്സ് ഗോ. ലഹ്ബാബ് 1 എക്സിറ്റ്. ലഹ്ബാബിലുള്ള എക്സിറ്റ് ആണത്. എഗെയിൻ വി ആർ ബാക്ക് ഓൺ ദ റോഡ്. നീണ്ട് നിവർന്ന് കിടക്കുന്ന റോഡ് നമ്മുടെ മുന്നിൽ. എഗെയിൻ പിന്നെ ഇങ്ങനെ പോകുന്ന റോഡ്. അപ്പോൾ നമ്മൾ ഫൈനൽ ലെഗ് ഓഫ് ടുഡേസ് റൈഡ് ഹെഡിങ് ബാക്ക് ഹോം. 611 എത്തി. നമ്മൾ മാപ്പൊന്നും ഇടാതെ ബോർഡ് വായിച്ച് ഇവിടെ എത്തി. അപ്പോൾ ഇനിയിപ്പോൾ ഒന്നും കൂടെ സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ നമുക്കൊരു എക്സിറ്റ് എടുത്താൽ പരിപാടി തീർന്നു. അപ്പോൾ ഒരു ഫുൾ നൈറ്റ് എക്സ്പീരിയൻസ് ഇതായിരുന്നു. പുതിയ ക്യാമ്പിംഗ് സ്പോട്ട് കണ്ടുപിടിച്ചു, കുറച്ച് നല്ല സ്ഥലങ്ങൾ കണ്ടുപിടിച്ചു വണ്ടിയും കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ. സോ നമുക്ക് പ്രോപ്പർ പ്ലാൻ ചെയ്ത് പ്രോപ്പർ ക്യാമ്പിംഗ് നൈറ്റ് നമുക്ക് പ്ലാൻ ചെയ്യണം. സോ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. വേറെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ള എന്തൊക്കെയാണെന്നുള്ളത് അതും കമൻറ്റ് ചെയ്യാം. I'll see you guys in the next one. Ride safe. Take care guys. Thank you. Bye bye.